എല്ലാവരെയും സോളാർ സെഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചിന്തിക്കുന്ന വിഷയം അറേ ജംഗ്ഷൻ ബോക്സ് എന്നുള്ളതാണ്. ഈ അറേ ജംഗ്ഷൻ ബോക്സ് എന്ന് ചിന്തിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു നിസ്സാര സംഗതിയായിട്ട് ആളുകൾ ചിന്തിച്ചേക്കാം. പക്ഷെ നമ്മുടെ ഇൻവേർട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ കംപ്ലൈന്റ് ലഘൂകരിക്കാൻ സഹായിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ് അറേ ജംഗ്ഷൻ ബോക്സിൽ നടക്കുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെ MCBയുടെ വർക്ക് ഫംഗ്ഷനും അതുപോലെ തന്നെ നമ്മൾ നോക്കുന്നത് ഐസൊലേറ്ററിന്റെ ഫംഗ്ഷൻ നോക്കും, SPD-യുടെ ഫംഗ്ഷൻ നോക്കും, അതുപോലെ ഫ്യൂസ് ക്യാരിയറിന്റെ ഫംഗ്ഷൻ നോക്കും. അതിൻ്റെയൊക്കെ ആവശ്യകത, അതിന്റെ കർവ്, അത് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, എന്താണ് അതിന്റെ ഫംഗ്ഷനിങ്, ഇതെല്ലാം നമ്മൾ ഇന്ന് പരിചിന്തിക്കും. ശരി, നമുക്ക് ഇന്നത്തെ ഫാക്കൽറ്റിയെ ഒന്ന് പരിചയപ്പെടാം. നേരത്തെ ഉണ്ടായിരുന്ന ഫാക്കൽറ്റികൾ തന്നെയാണ് ഇന്നും ഉള്ളത്. ആദ്യം തന്നെ നമുക്ക് തമ്പി വർഗീസ് സാറിനെ ഒന്ന് നമുക്ക് സ്പോട്ട്ലൈറ്റ് ചെയ്യാം. തമ്പി വർഗീസ് സാറ് കൊച്ചിൻ എയർപോർട്ടിന്റെ പ്രോജക്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ 40-ലധികം വർഷത്തെ ഇലക്ട്രിക്കൽ ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ സോളാറിൽ ഇൻസ്റ്റലേഷനോട് ബന്ധപ്പെട്ട ഒരു 6-ലധികം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. വ്യത്യസ്ത മേഖലകൾ ചെയ്തുള്ള പരിചയമുണ്ട്. തമ്പി സാറിന് നമ്മുടെ ക്ലാസ്സിലുള്ള മിക്കവർക്കും അറിയാം. തമ്പി സാറിനെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ഓക്കെ, നമുക്കിനി ബെന്നി സാറിനെ ഒന്ന് സ്വാഗതം ചെയ്യാം. ബെന്നി സാർ വീഡിയോ ഒന്ന് ഓൺ ആക്കാമോ? ബെന്നി സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബെന്നി സാറ് പല മേഖലകളിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എനർജി എഫിഷ്യന്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിന്റെ സ്പെഷ്യലൈസേഷനും ആണ്. ഇപ്പൊ പ്രത്യേകിച്ച് ബെന്നി സാറ് ഈ എയർ കണ്ടീഷന്റെ ഒക്കെ കംപ്രസർ മാറ്റി അതിന് പകരമായിട്ട് നമ്മുടെ BLDC മോട്ടർ വെച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഒരു പുതിയ ഇന്നോവേറ്റീവ് മെത്തേഡാണ്. അങ്ങനെ റിന്യൂവബിൾ എനർജിക്ക് വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബെന്നി സാർ ചെയ്യുന്നത്. ഈ ബെന്നി സാറിന്റെ 15 വർഷത്തെ ഇലക്ട്രിക്കലിലും അതുപോലെ തന്നെ 5 വർഷത്തിലധികമുള്ള സോളാർ ഫീൽഡിലെ എക്സ്പീരിയൻസും നമുക്ക് പരമാവധി യൂട്ടിലൈസ് ചെയ്യാം. ബെന്നി സാറിനെ ഈ സെഷനിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്കുള്ളത് അരുണാണ്. അരുൺ ഒരു വർക്കിനോട് ബന്ധപ്പെട്ട് യാത്രയിലാണ്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ അരുൺ നമുക്ക് ഇത് കയറും. ഇലക്ട്രിക് എനർജിയുടെ മാനേജിംഗ് പാർട്ട്ണറാണ്. ഇലക്ട്രിക്കൽ ഫീൽഡിലും സോളാർ ഫീൽഡിലും നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെയൊക്കെ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അരുൺ പറഞ്ഞത് അരുൺ ഫേസ് ചെയ്ത പ്രോബ്ലങ്ങൾ മറ്റുള്ള ആൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അരുൺ ക്ലാസ് എടുക്കുന്നതാണ്. അതൊക്കെ ഒരു നിസ്വാർത്ഥമായി ചെയ്യുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇത് വളരെ പ്ലസ് പോയിന്റ് ആണ് അരുണിന്റെ ഭാഗത്തു നിന്നുള്ളത്. സൗണ്ട് ക്ലിയർ ആണോ? ചിലര് കേൾക്കുന്നില്ലെന്ന് പറയുന്നു. ഓക്കെ, ഇനിയുള്ളത് നമ്മുടെ രാഹുലാണ്. രാഹുല് റിം സോളാറിന്റെ പ്രൊപ്പറേറ്റർ ആണ്. കേരളത്തിലെ ഇപ്പം ഈ സോളാർ പ്രോഡക്റ്റിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് രാഹുലിലായിരിക്കും. കോടികളുടെ സ്റ്റോക്ക് ഉണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് പ്രോഡക്റ്റും ആ രാഹുലിന് സപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് രാഹുലിന്റെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്. അത് മാത്രമല്ല, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഒരു ക്വാളിറ്റി മെറ്റീരിയൽ കൊടുക്കാനായിട്ട് രാഹുൽ നല്ലൊരു ശ്രമം ചെലുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പറഞ്ഞു തരാനായിട്ട് ഒരാളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അതായത് സോളാർ മേഖലയിൽ ആ ആളെ ഇൻസ്റ്റാൾ ചെയ്താൽ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതൊക്കെ രാഹുൽ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നു. അതും നമ്മുടെ ഈ ഫീൽഡിലോടുള്ള ഒരു നല്ലൊരു പ്രതിബദ്ധതയാണ്. അതായത് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്ക് സപ്പോർട്ടീവാണ്.
ഇവരിൽ നിന്നൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ എൻക്ലോസർ, അതായത് അറേ ജംഗ്ഷൻ ബോക്സിലുള്ള ഓരോ ഐറ്റത്തിന്റെയും അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷൻസും അതെന്തൊക്കെയാണ് പ്രധാനമായിട്ടും തമ്പി സാറിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അത് SPD ഫംഗ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ തമ്പി സാറിന് ശ്രദ്ധിക്കാം. തമ്പി സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്കുവോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്കുവോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്കുവോ? മ്യൂട്ടായിട്ടിരിക്കുക. ഓക്കെ. സാറേ ഒന്നുകൂടെ എന്റെ ആ ഫംഗ്ഷൻ അതിനകത്ത് വരുന്ന കോമ്പണൻസ് അല്ലേ? കോമ്പണൻസ് അതിന്റെ ഫങ്ഷൻസും കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇതിന് മെയിൻ ആയിട്ട് വരുന്ന കോമ്പണൻസ് എന്ന് പറയുന്നത് MCB ഉണ്ടാവും, പിന്നെ അത് കൂടാതെ SPD ഉണ്ടാവും. ഈ SPD തന്നെ ഇതിനോട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് നോക്കേണ്ടി വരും. അത് ഞാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല, പ്രിപ്പയർഡ് ആകാനൊന്നുമില്ല. അതിനകത്ത് ഇറ്റ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് പോവുകയാണ്. പിന്നെ അത് കൂടാതെ വരുന്നത് ഐസൊലേറ്റേഴ്സ് ഉണ്ടാവും. ഐസൊലേറ്റേഴ്സ് വെക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഈ ഇൻവെർട്ടർ ഷുഡ് ബി ഐസൊലേറ്റഡ് ഫ്രം ദ മെയിൻ സപ്ലൈ ഉണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മളൊരു ഐസൊലേറ്റർ വയ്ക്കണം. ഐസൊലേറ്റർ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻവെർട്ടർ കപ്പാസിറ്റി. ഇൻവെർട്ടർ പല സ്റ്റേജിലുണ്ടാവും. നോർമലി ഒരു മേജർ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെക്കുന്നത് 100 ആംസിന്റെ ഒരു MCCB ആണ് വെക്കുന്നത്, ഐസൊലേറ്റർ ആയിട്ട് വെക്കുന്നത്. അത് ഐസൊലേറ്റ് ചെയ്യാവുന്ന ഐസൊലേറ്റർ ആയിട്ട് തന്നെയാണ് വെക്കുന്നത്, MCCBയുടെ ഫംഗ്ഷൻ ആയിട്ടല്ല. ഇറ്റ് ക്യാൻ ബി, ദ ലൈൻ ക്യാൻ ബി ടോട്ടലി ഐസൊലേറ്റഡ്. അതിന്റെ 4 പോൾ ആയിരിക്കും അത്. ഇറ്റ് വിൽ ഹാവ് എൻ എൻക്ലോഷർ. അത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുകയും ചെയ്യണം, എർത്ത് ചെയ്യുകയും ചെയ്യണം. ആൻഡ് കണക്ഷൻസ് ഫ്രം ഇൻവെർട്ടർ ഷുഡ്, ബിഫോർ ഗോയിങ് ടു ഇൻവെർട്ടർ ഇറ്റ് ഷുഡ് പാസ് ത്രൂ ദി ഐസൊലേറ്റർ. പിന്നെ ഈ ജംഗ്ഷൻ ബോക്സിനകത്ത് വരുന്ന ഈ ഐസൊലേറ്റ്, ഇത് അരേ ബോക്സിനകത്ത് വരുന്നത് ആക്ച്വലി MCBസും, പിന്നെ അത് കൂടാതെ മെയിൻ ആയിട്ട് ഈ ഐസൊലേറ്റർ വരും. പിന്നെ ഈ ഐസൊലേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത്, ഇറ്റ്സ് വർക്കിംഗ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തെർമൽ ഇതും ഉണ്ടാവും, ഒരു ബൈമെറ്റാലിക് കോമ്പോണന്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇതിന്റെ വരുന്ന ആക്ച്വലി അതിന്റെ റേറ്റിംഗ് അനുസരിച്ച് സപ്ലൈ വരുന്ന സമയത്ത് ഈ സപ്ലൈ എന്തെങ്കിലും കാരണവശാൽ അഡീഷണൽ സപ്ലൈ വരികയാണെങ്കിൽ ഈ ബൈമെറ്റാലിക് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഹീറ്റായിട്ട് അത് ഇതിന്റെ കണക്ഷൻ പിടിക്കുക. ഒരു ബൈമെറ്റാലിക് എന്ന് പറയുമ്പോഴത്തേക്കും നാച്ചുറലി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ശേഷം അത് കറണ്ട് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ആകുക. അപ്പോൾ അതാണ് ആ തെർമൽ മാഗ്നറ്റിന്റെ തെർമൽ ഐസൊലേറ്റിംഗ് സിസ്റ്റം അതാണ്. പിന്നെ അത് കൂടാതെ വേറൊന്നുള്ളത്, ഓവർ ആയിട്ട് സഡൻലി എന്തെങ്കിലും കറണ്ട് കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ പെട്ടെന്ന് അത് കട്ട് ഓഫ് ചെയ്തു. കട്ട് ഓഫ് സിസ്റ്റം അതുകൊണ്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണം വെച്ചാൽ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കറണ്ടിനേക്കാൾ കൂടുതൽ പാസ് ആകുകയാണെങ്കിൽ, റേറ്റിങ്ങിനേക്കാൾ കൂടുതൽ പാസ് ആകുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ട്രിപ്പ് ആകും. ഇതാണ് മേജർ ഐറ്റംസ് ഇതിനകത്ത് വരുന്ന അറേ ബോക്സിനകത്ത് വരുന്നത്. പിന്നെ അടുത്ത ഐറ്റം വരുന്നത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് SPD എന്നാണ് ഒരു ഷോർട്ട് ഫോം, സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. ഈ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് തന്നെ അത് കാറ്റഗറൈസ് ചെയ്ത് 3 തരത്തിലുള്ള കാറ്റഗറി ഉണ്ട്. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ടൈപ്പ് 3ഉം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മെയിൻ പാനലുകളിലേക്ക് വരുന്നത് മിക്കവാറും ലൈറ്റനിങ് അറസ്റ്റർ ആയിരിക്കും. ആ ലൈറ്റനിങ് അറസ്റ്റ് വരിക എന്ന് പറയുമ്പോൾ അതിന് ഓൾമോസ്റ്റ് ഒരു 2 lakh ആംപിയറേജ് ആണ് ആ ലൈറ്റനിങ് അറസ്റ്ററിന്റെ കറണ്ട് വരുന്നത്. അപ്പൊ ആ വരുന്ന കറണ്ടിനെ അത് ബൈപ്പാസ് ചെയ്ത് എർത്തിങ്ങിലേക്ക് വിടാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് 1 ആണ്. അതായത് SPD തന്നെ ടൈപ്പ് 1.
ദാറ്റ് ഈസ് കണ്ട് അത്രയും ഒരു ഡൈവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. എന്ന് പറഞ്ഞാല് അതിന് നമ്മൾ കൊടുക്കുന്ന ഇത് നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10/350 ആണ് അതിന്റെ നോർമൽ ഇത് കപ്പാസിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാല് ഇതിന് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഹൈ കറണ്ട് ബൈപ്പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. എന്നിട്ട് അത് മിനിമൈസ് ചെയ്തിട്ട് ഡാമേജ് മറ്റുള്ള കോമ്പോണൻസിന്, അതായത് ഈ പാനലിനും അങ്ങനെയുള്ള ഐറ്റത്തിനൊക്കെ ഡാമേജ് കുറയ്ക്കുന്നത്. പിന്നെ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 അതിന്റെയും ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് 8/20 ആണ് ആ SPD. ആ SPD നമ്മൾ സാധാരണ വയ്ക്കുന്നത് സബ് ഡിസ്ട്രിബ്യൂഷൻ ബോക്സസ് ഇൻ ബിറ്റ്വീൻ ഉള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ അറേ ബോക്സിനകത്ത് വയ്ക്കുന്നത് ആ ടൈപ്പാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ ഈ ഓവർഫ്ലോ ചെയ്ത് വരുന്ന കറണ്ടുകളിൽ അതിനകത്തുനിന്ന് കുറെ ഉള്ളത് അതും പിന്നെ അത് ഡൈവേർട്ട് ചെയ്ത് കളയുമത്. ആ സെക്യൂരിറ്റി അത് കൊടുക്കും ആ SPDs ടൈപ്പ് 2. പിന്നെ ഏറ്റവും എൻഡില് ലോഡ് എൻഡില് വന്നിട്ടാണ് നമ്മൾ ടൈപ്പ് 3 സാധാരണ കൊടുക്കാറ്. ഇതൊക്കെ നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ തരും. അത് ഇറ്റ് ഈസ് 2/50 ആണ് അതിന്റെ നമ്മൾ പറയുന്ന ഡെസിഗ്നേഷൻ. അതും ഈ പറഞ്ഞ പോലെ ഫൈനലായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അത് പ്രൊട്ടക്ട് ചെയ്ത് അത് ഡൈവേർട്ട് ചെയ്ത് ആ കറണ്ട് മാറ്റി. അതാണ് SPD. 3 തരമുണ്ട്. സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് 3 തരത്തിലുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ഒന്നുകൂടെ ഞാൻ പറയാം. ടൈപ്പ് 1 has to be in the main incoming position, that is where we receive the energy first. എന്ന് പറഞ്ഞാൽ ഈ പാനലുകളല്ല, ആ പാനലുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ടൈപ്പ് 1 ഉപയോഗിക്കുന്നത്. ടൈപ്പ് 2 നമ്മൾ ഉപയോഗിക്കുന്നത് സബ് ഡിസ്ട്രിബ്യൂഷൻ പാനൽസ് ഇൻ ബിറ്റ്വീൻ ഉണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള ജംഗ്ഷൻ ബോക്സസ് ഉണ്ട്, അതുപോലെ ഐസൊലേറ്റേഴ്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ലാസ്റ്റ് എൻഡ് ലോഡില്, ദാറ്റ് ഈസ് നിയർ നമ്മുടെ CSS ഉണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെന്റിലേക്കാണ് ഈ ടൈപ്പ് 3 പോകുന്നത്. അത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ വേറെ ഇത് കാൽക്കുലേഷൻസ് എല്ലാം ഉണ്ട്. ആ കാൽക്കുലേഷൻസ് വരുന്നത് AQ ക്രൈറ്റീരിയ ഫോർ ഈച്ച് ലൊക്കേഷൻസ് വെച്ചാണ് നമ്മൾ ഈ SPD-യുടെ കപ്പാസിറ്റിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ അതിപ്പോ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഈ ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, കേരളത്തിന്റെ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ കേസിൽ ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ 2 lakhs ആംബിയറേജ് ആണ് മാക്സിമം ഒരു ലൈറ്റനിങ് കൊണ്ടുവരാവുന്ന ആംബിയറേജ്. അപ്പൊ അതിന് കണക്കാക്കിയുള്ള ഒരു ഡിസൈൻ കോമൺ ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ 10/350 ടൈപ്പ് 1, 8/20 ടൈപ്പ് 2, 5/50, 1.2/50 ടൈപ്പ് 3. അപ്പോൾ ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. ഇനി ഏതെങ്കിലും ഞാൻ കവർ ചെയ്യാത്ത ഭാഗമുണ്ടോ സാറേ? സാർ നന്ദി. നമുക്കിപ്പം അവരുടെ കൂടെ അഭിപ്രായങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ്. ബെനിസാറിന്റെ ഒരു അഭിപ്രായങ്ങളും എക്സ്പീരിയൻസും SPD-യെ സംബന്ധിച്ചെന്ന് പറയാമോ? നമുക്ക് രാഹുലിലോട്ട് പോകാൻ കുറച്ചുകൂടി നല്ലത്. നമ്മള് ചെറിയ പ്രൊജക്ടുകൾക്ക് ഇപ്പൊ ഈ രീതിയിലുള്ള SPD-കള് രാഹുലൊരു മറ്റേ എൻക്ലോസർ അല്ലെങ്കിൽ ഈ അതെ, ഞാൻ കൊടുത്തത് സാറേ ഒരു ബ്രോഡ് ആയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു മേജർ പ്രോജക്റ്റ് ആണ്. ബെന്നി സാറിന് എനിക്ക് തോന്നുന്നത് സാറിന് കുറച്ചുകൂടെ ഒരു ലോ ടൈപ്പ് ഒരു 5 kilowatt അങ്ങനെയൊക്കെ വരുന്നതാണ്. അതിനാകുമ്പോൾ നമുക്ക് ഇത്രയും സ്പെസിഫിക് വേണ്ടി വരില്ല. അതെ അതെ സാറ് ഞങ്ങൾ ഉപയോഗിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ലോ ലെവലിലുള്ള ഒരു ഇത് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. മിഡിൽ വേയിൽ, ലോ അല്ല. രാഹുൽ ലൈനിലില്ലേ? എന്നെ കാണാമോ? എനിക്ക് എന്റെ വീഡിയോ കാണാൻ പറ്റുന്നില്ല. ഇല്ല, എനിക്ക് ഇവിടെ കാണുന്നില്ല. ബിജിനാണോ? അല്ലല്ല, രാഹുലിനെ ഞാനൊന്ന് ഇത് ചെയ്തേക്കാം, സ്പോട്ട്ലൈറ്റ് ചെയ്യാം. ബെന്നി സാറിന് കാണാം എനിക്ക്. രാഹുൽ ഇപ്പോൾ ഓക്കെ ആണ്, കാണാം. ഞാൻ ഇച്ചിരി ലേറ്റ് ആയി കയറാൻ, അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ മിസ്സായിട്ടുണ്ടെന്ന്. ഓക്കെ,
നമ്മള് SPD ഉപയോഗിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ താഴത്തേക്കുള്ള പാനലിന് ശേഷമുള്ള എക്യുപ്മെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട്. അത് നമ്മുടെ വീടും അതിനോടനുബന്ധമായിട്ടുള്ള ഇൻവേർട്ടേഴ്സ്, അതിന് ശേഷമുള്ള ലോഡുകൾ എല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ SPD ഉപയോഗിക്കുന്നത്. SPD DC സൈഡിൽ ഉപയോഗിക്കുന്നുണ്ട്, AC സൈഡിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മള് ഇവിടെ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് DC സൈഡിലും AC സൈഡിലും ഉപയോഗിക്കുന്ന കമ്പൈനർ ബോക്സുകളാണ്. എനിക്ക് അറിയില്ല, എനിക്ക് എന്റെ വീഡിയോ എന്തോ കാണാൻ പറ്റുന്നില്ല. കാണാം, ഇവിടെ കാണാം, കാണിച്ചോളൂ. ഓക്കെ ഓക്കെ. ഓക്കെ, ഇതിന്റെ ആവശ്യം ബേസിക്കലി നമ്മൾ ഇൻവേർട്ടേഴ്സ് ഫെയിലിയർ ആയി തുടങ്ങുമ്പോഴാണ് നമ്മൾ സാധാരണ എല്ലാവരും SPD-നെ കുറിച്ചും ഫ്യൂസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ KCBയും അനേർട്ടും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എങ്ങനെയുള്ള SPD-കൾ വെക്കണം, എങ്ങനെ കണക്ട് ചെയ്യണം എന്ന്. സാധാരണ SPD ലൈനിന് പാരലായിട്ടാണ്, എന്ന് പറഞ്ഞാൽ പ്ലസിനും മൈനസിനും പാരലായിട്ടാണ് DC സൈഡിലും, ഫേസിനും ന്യൂട്രലിലും പാരലായിട്ടാണ് AC സൈഡിലും. അപ്പോൾ നമ്മുടെ സിസ്റ്റംസ് ഒന്നും നെഗറ്റീവ് ഗ്രൗണ്ടഡ് അല്ല. ഗ്രിഡ് ടൈ ഇൻവേർട്ടേഴ്സിലെല്ലാം ഫ്ലോട്ടിംഗ് ആണ്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും ഗ്രൗണ്ട് ചെയ്തിട്ടില്ലാത്ത ഒരു സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിസ്റ്റംസും ഉണ്ട്, പോസിറ്റീവ് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിസ്റ്റംസും ഉണ്ട്. പല അതിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇപ്പം ആംപ്ലിഫയർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നെഗറ്റീവ് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള സിസ്റ്റത്തിൽ നെഗറ്റീവിൽ SPD-യുടെ ആവശ്യമില്ല. ബട്ട് അതല്ലാത്ത സിസ്റ്റംസ് ആയതുകൊണ്ട് നമ്മുടെ ഗ്രിഡ് ടൈ സിസ്റ്റംസ് നെഗറ്റീവും പോസിറ്റീവും ഗ്രൗണ്ടഡ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവിലും പോസിറ്റീവിലും SPD ഉപയോഗിക്കുന്നത്. അതേപോലെ ഫേസും ന്യൂട്രലും, ഫേസ് ന്യൂട്രൽ മിക്കവാറും ഗ്രൗണ്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് വീട്ടില് ന്യൂട്രലില്. അതുകൊണ്ട് തന്നെ ന്യൂട്രലിലെ സർജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ന്യൂട്രലും കൂടി സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസും അതിന് ബാക്കപ്പ് ആയിട്ടുള്ള ഫ്യൂസസും ഉപയോഗിക്കണം. ഓക്കെ, ഞാൻ ബേസിക്കലി ഒരു വീഡിയോ ആദ്യം ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. എന്തുകൊണ്ടാണ് നമ്മുടെ DC-യും AC-യും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഉള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് DC നമ്മൾ ഉള്ളൊരു പ്രശ്നം, AC പോലെ സീറോ ക്രോസിംഗ് ഇല്ല. ഇപ്പൊ AC-യുടെ ഒരു വേവ് ഫോം നോക്കി കഴിഞ്ഞാൽ സൈൻ വേവ്. അപ്പം എല്ലാ 20 മില്ലി സെക്കൻഡിലും അല്ലെങ്കിൽ എല്ലാ 40 മില്ലി സെക്കൻഡിലും സീറോ ക്രോസിംഗ് ഉണ്ട്. ഒരു ഫുൾ സൈൻ വേവ് എന്ന് പറഞ്ഞാൽ 20 മില്ലി സെക്കൻഡ് ആണ്. അതിനകത്ത് അതിന്റെ തുടങ്ങുമ്പം 0 തുടങ്ങി പീക്കിൽ പോയി, അത് കഴിഞ്ഞിട്ട് 0-ൽ വന്നു, അതിനുശേഷം നെഗറ്റീവിലേക്ക് പോയി, അതിനുശേഷം 0-ൽ വന്നു. അപ്പൊ എല്ലാ 40 മില്ലി സെക്കൻഡിലും നമ്മൾ സീറോ ക്രോസിംഗ് ഉണ്ട്. അതേസമയം DC-യിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ സീറോ ക്രോസിംഗ് ഇല്ല. അപ്പൊ എപ്പോഴും സ്റ്റഡി ആയിരിക്കും DC. അപ്പൊ അതുകൊണ്ട് തന്നെ DC ഉപയോഗിക്കുന്ന കമ്പോണന്റ് അല്ലെങ്കിൽ AC ഉപയോഗിക്കുന്ന കമ്പോണന്റ് ഒരിക്കലും DC-യിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ ഇൻസുലേഷൻ റേറ്റിംഗ്, അതിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കോണ്ടാക്ടിനെ നമ്മൾ അകത്തുകയാണ് ചെയ്യുന്നത്. ആ അകത്തുമ്പോൾ നമ്മുടെ കറണ്ടിനെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി DC. അതേസമയം AC-യിലായതുകൊണ്ട് ആ ഒരു 1/20th അല്ലെങ്കിൽ 1/40th ഓഫ് എ സെക്കൻഡില് നമുക്ക് 0 ഉള്ളതുകൊണ്ട് ഈ ആർക്ക് വന്നാലും അത് കെടാനുള്ള സാധ്യത കൂടുതലാണ് AC-യിൽ. അപ്പൊ അതുകൊണ്ട് ഇൻസുലേഷൻ അല്ലെങ്കിൽ ഈ ആർക്ക് പഞ്ച് ചെയ്യാനുള്ള ടെക്നോളജി DC-യിൽ കൂടുതലായിട്ട് വേണം. അതുകൊണ്ട് DC സ്വിച്ചിങ് എപ്പോഴും DC കമ്പോണൻസ് വെച്ച് മാത്രം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് AC കമ്പോണൻസ് ആണ് DC-യിൽ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഉപയോഗിച്ചാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മള് DC ഇപ്പോൾ ഒരു 400 വോൾട്ട് DC ആണ് നമ്മൾ ഒരു സാധാരണ ഒരു MCB അല്ലെങ്കിൽ 230 വോൾട്ട് റേറ്റഡ് ആയിട്ടുള്ള ഒരു MCB വെച്ച് കട്ട് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ആ MCBക്ക് അപ്പം തന്നെ തീ പിടിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ആ ഓഫ് ചെയ്യുന്ന സമയത്ത് ആ ആർക്ക് വിട്ടുപോകില്ല. വിട്ടുപോകാതെ വരുമ്പോൾ ആർക്കിന് ആ കോണ്ടാക്റ്റിൽ തീ പിടിക്കാനും മൊത്തം ആ കമ്പോണന്റ് കത്തിപ്പോകാനും സാധ്യതയുണ്ട്. സാധാരണ ഇങ്ങനെ ഒരു എൻക്ലോഷറിലാണ്
നമ്മൾ DC കമ്പൈനർ ബോക്സ് ഉണ്ടാക്കുന്നത്. ഈ മെറ്റീരിയൽ പോളികാർബണേറ്റ് ആയിരിക്കും. ഇതിനൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവറും വരാറുണ്ട്. ഈ ട്രാൻസ്പെറന്റ് കവർ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ SPD-കളുടെ സ്റ്റാറ്റസ്, എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഈ സ്റ്റാറ്റസ് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോക്സുകൾ ഉപയോഗിക്കുന്നത്. അതേപോലെ സ്വിച്ചിന്റെ പൊസിഷൻ, എന്തെങ്കിലും ഇതിനകത്ത് ഫോൾട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ട്രാൻസ്പെറന്റ് എൻക്ലോഷേഴ്സ് ഉപയോഗിക്കുന്നു ചെറിയ സിസ്റ്റത്തിൽ. ഓക്കെ, ഇതിനേക്കാളും നമുക്ക് ഇതേപോലെ വിസിബിൾ ആയിട്ടുള്ള മെറ്റൽ എൻക്ലോഷർ ഉപയോഗിച്ചാലും മതി, അതും സേഫ് ആണ്. പക്ഷെ ഇത് ഇത്രയും കൂടി കോസ്റ്റ് വൈസ് കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ടും നമുക്ക് ആ ഒരു വിൻഡോ വെക്കുന്ന കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ബോക്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. സെക്കൻഡ്ലി, ഇതിന് IP പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ, വെള്ളം, പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ അകത്ത് കയറാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ഈ ബോക്സുകൾക്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ എഡ്ജുകൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് സീലന്റ് ഉണ്ട്, 4 സൈഡിലും സീലന്റ് ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇതിനെ കവർ ചെയ്തിട്ട് അതിനെ സ്ക്രൂ ചെയ്യുക 4 സൈഡിലും. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം നമ്മളിവിടെ ഹോൾസ് ഇടുന്നുണ്ട്, നമ്മുടെ വയറ് കയറാൻ വേണ്ടിയാണ്. അതിനു കൂടെ നമുക്ക് ഇവിടെ ഗ്ലാൻഡിങ് ആണ്, ഇത് ഗ്ലാൻഡ്സ് ആണ്, ഇത് പോളിയമൈഡ് ഗ്ലാൻഡുകളാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടി കയറ്റുന്നു. ഇത് വെച്ചിട്ട് നമ്മൾ അതിനെ ടൈറ്റ് ചെയ്യുക. അപ്പൊ ഈ ഗ്ലാൻഡ് നമ്മുടെ പൊടി കയറാതെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. പൊടി, വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസെക്ട്, ഇപ്പൊ പ്രാണികൾ ഇതിൽ കൂടി കയറാം, എന്നിട്ട് കൂട് കൂട്ടാം, അല്ലെങ്കിൽ പല്ലി കയറാം. പല്ലി കയറി കഴിഞ്ഞാൽ ഈ വയറൊക്കെ ലൈവാണ്, പല്ലി കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ തീ പിടിക്കും, ഷോർട്ട് ആവും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയാൻ വേണ്ടിയാണ് IP65 അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ബോക്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫ്യൂസസ് നമ്മൾ ആദ്യം എല്ലാ സർക്യൂട്ടിലും ആദ്യം ഫ്യൂസസിലാണ് നമ്മുടെ പാനലിൽ നിന്ന് വരുന്ന എല്ലാ വയറുകളും ഫ്യൂസിൽ കയറിയതിന് ശേഷം ഈ സൈഡാണ് നമ്മൾ പാരൽ ചെയ്യുന്നത്. SPD ഇതിന്റെ പ്ലസും മൈനസും ഉണ്ട്. ഫ്യൂസിൽ നിന്ന് നേരെ ഇതിനകത്തേക്ക് പാരൽ ചെയ്തിട്ട് ഇതിനകത്ത് നിന്ന് ഔട്ടാണ് ഈ ഐസൊലേറ്ററിലേക്ക് പോകുന്നത്. ഐസൊലേറ്ററിന്റെ ഔട്ട് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെയാണ് ഇത്. അപ്പൊ ഈ വയർ നോക്കി കഴിഞ്ഞാൽ ഇത് പാരൽ ചെയ്തിട്ടുണ്ട്. പാരൽ ചെയ്ത് എങ്ങനെ ട്വിൻ ലെഗ് വെച്ചിട്ടാണ്, 2 വയറുകൾ ഒരുമിച്ച് ക്രിംപ് ചെയ്യാവുന്ന ലെഗുകളാണിത്, ട്വിൻ എന്ന് പറയും, എൻ സ്ലീവ്. അപ്പൊ ഈ വയറുകളാണ് നമ്മൾ ഇങ്ങനെ ലെഗ് കണക്ട് ചെയ്തിട്ട് ഈ ഫ്യൂസിലേക്ക് കണക്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഓക്കെ, ഈ ഐസൊലേറ്റർ 1000 വോൾട്ട് റേറ്റഡ്, 1000 വോൾട്ട് DC റേറ്റഡ് ആണ്. അപ്പോ ഇത്രയും കൂടി ഫാസ്റ്റ് ആണ്, ഹാർഡാണ്. ഓക്കെ, അപ്പോൾ DCനെ സ്വിച്ച് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഐസൊലേറ്റേഴ്സ് ആണ്. നമ്മൾ ഇതിന് പകരം നമ്മൾ DC MCB ഉപയോഗിക്കാറുണ്ട്. DC MCB 500 വോൾട്ടിന്റെ ഒക്കെ വരാറുണ്ട്, സ്റ്റാൻഡേർഡ് MCB DC 500 വോൾട്ടിന്റെ വരാം. ചെറിയ സിസ്റ്റത്തിന് DC MCB വെക്കാറ്, കാരണം ഐസൊലേറ്റർ ചിലപ്പോൾ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ സിസ്റ്റത്തിൽ MCB വെക്കുന്നത്. കമ്പാരിറ്റീവ്ലി MCB ചീപ്പ് ആയതുകൊണ്ട്. ഈ MCBനെ 500 വോൾട്ടിന്റെ MCB റേറ്റിങ്ങിന് നമ്മൾ 1000 വോൾട്ടിലേക്ക് ആക്കാനായിട്ട് ചിലർ സീരീസ് ചെയ്യാറുണ്ട്. സീരീസ് ചെയ്താലും നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ സ്വിച്ച് MCBയുടെ ആ സ്വിച്ചിങ് ഒരുമിച്ചായിരിക്കണം. അതിന് ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് 500 വോൾട്ട് അറ്റ് എ ടൈം സ്വിച്ചിങ് കിട്ടുള്ളൂ. അപ്പൊ അത് തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1000 വോൾട്ടിന്റെ റേറ്റഡ് ആയിട്ടുള്ള MCBകൾ ഉപയോഗിക്കുക, ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഐസൊലേറ്റേഴ്സ് ഉപയോഗിക്കുക. ഓക്കെ, പ്ലസിലും മൈനസിലും ബാക്കപ്പ് ഫ്യൂസ് കൊടുക്കുന്നത് സർജ് പ്ലസിലും മൈനസിലും വരാറുണ്ട്. അപ്പൊ അതിലും നമ്മുടെ റേറ്റഡ് കപ്പാസിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഫ്യൂസ് ബ്ലോ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പാരൽ ചെയ്യുന്ന സർക്യൂട്ടിൽ റിവേഴ്സ് കറണ്ട് കാരണം ഡയോഡ് പോകാതിരിക്കാനും സ്ട്രിംഗ് ഫ്യൂസസ് ഉപയോഗിക്കാറുണ്ട്. പാരൽ ചെയ്യുന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കൂടുതലും ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലാണ് പാരലിങ് സംഭവിക്കാറ്. അപ്പോൾ നമ്മൾ 3 പാനലിൽ ചിലപ്പം 3 സ്ട്രിങ്ങിന് നമ്മൾ പാരൽ ചെയ്താലും നമുക്ക് ഏകദേശം 30 ആംപിയർ അടുത്ത് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കിട്ടാറുണ്ട്. ഈ ഓരോ ഡയോഡിന്റെ കപ്പാസിറ്റി, ഓരോ പാനലിലുള്ള ഡയോഡിന്റെ കപ്പാസിറ്റി 15 ആംപ്സ് ആണ്. അപ്പോൾ നമ്മൾ പാരൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാനലിൽ ഷെയ്ഡിങ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ബാറ്ററി ഓൾമോസ്റ്റ് ഫുൾ ആണ്, നമ്മുടെ ഡ്രെയിൻ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 2 പാനലിലെ കറണ്ട് ഈ 3ാമത്തെ ഷെയ്ഡിങ് ഉള്ള പാനലിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഡയോഡ് അതിനകത്തുള്ളത് റിവേഴ്സ് പൊട്ടൻഷ്യലിൽ നിൽക്കുകയും അതിന്റെ കപ്പാസിറ്റിനേക്കാളും കൂടുതൽ റിവേഴ്സ് കറണ്ട് ആ സർക്യൂട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഡയോഡ് കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് എല്ലാ പാരലൽ ചെയ്യുന്ന സ്ട്രിങ്ങിനും ഫ്യൂസ് ഇട്ടിട്ടാണ് പാരലൽ ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ലാത്ത സിറ്റുവേഷൻസിലാണ് നമ്മുടെ പാനലിന്റെ ഡയോഡ് കത്തിപ്പോയിരിക്കുന്ന സിറ്റുവേഷൻ ഉള്ളത്. പുതിയ ഗ്രിഡ് ടൈ സിസ്റ്റത്തിൽ 3 kW 5 kW പാരലിംഗ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാറില്ല. ബ്ലോക്കിംഗ് ഡയോഡ് പോവാറില്ല. ബേസിക്കലി ബ്ലോക്കിംഗ് ഡയോഡ് അല്ല, അത് ബൈപ്പാസ് ഡയോഡാണ്. ആ ഡയോഡ് പോവാറില്ല ഓൺ ഗ്രിഡ് സിസ്റ്റം 3 kW 5 kW ഒക്കെ. അതേസമയം ഇപ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ സിസ്റ്റം വോൾട്ടേജ് കുറവായിരിക്കും, 100 വോൾട്ട് അല്ലെങ്കിൽ 150 വോൾട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ പാരലൽ ചെയ്യുന്നത് പാനൽസിന്. ആ പാരലൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് ഈ പറഞ്ഞ റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യാനും ഡയോഡ് ഫെയിൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവാറ്. ഓക്കെ, അപ്പൊ ഈ 2 പർപ്പസിനാണ് സ്ട്രിംഗ് ഫ്യൂസസ് ഉപയോഗിക്കുന്നത്. സ്ട്രിംഗ് ഫ്യൂസസ് ഉപയോഗിക്കുന്നത് മസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാനൽ പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? രാഹുൽ, ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓക്കെ, അതെ, ഈ IP എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്ത് എക്യുപ്മെന്റ്, എന്ത് പാനലോ എന്തോ ആയിക്കോട്ടെ, അത് ഇറ്റ് ഹാസ് ടു ബി IP66. 65 ആണെങ്കിലും പോരാ. പിന്നെ അതിന്റെ പെയിന്റിങ് ഗ്ലാൻഡിങ് ചെയ്യുമ്പോൾ ആണ് IP ചെറുതായിട്ട് കുറയുന്നത്. കാരണം ഗ്ലാൻഡുകൾ ചിലപ്പം IP65 അല്ല, ഗ്ലാൻഡിങ് ഇറ്റ് ഹാസ് ടു ബി പെർഫെക്റ്റ്. ഓക്കെ, അതായത് ഷൂസും എല്ലാം വേണം, ഗ്ലാൻഡിങ് ഷൂസും കാര്യങ്ങളും എല്ലാം ഇട്ട് ചെയ്യാവുള്ളൂ. അതെ, ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ തമ്പി സാർ പറഞ്ഞപ്പോ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 SPD പറ്റി പറഞ്ഞു, അതൊന്ന് വിശദീകരിക്കാമോ? ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു. ടൈപ്പ് 1 എന്ന് പറയുന്നത് ദിസ് ഗോസ് ഫോർ ദി മെയിൻ ഇൻകം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ പാനലുകൾ ഇരിക്കുന്ന ഭാഗത്ത് വേണം അത് വരാനായിട്ട്. അതിനകത്ത് ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. ആ ലൈറ്റ്നിങ് അറസ്റ്റർ കൊടുത്തിട്ട് അതിൽ നിന്ന് വരുന്ന കണക്ഷൻസ് ഇറ്റ് ഹാസ് ടു പാസ് ത്രൂ ദി SPD. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞ ഒരു ലൈറ്റ്നിങ് വരികയാണെങ്കിൽ ആദ്യം വരുന്നത് അവിടെയാണ്, ആ പോയിന്റിലാണ്. ഈ ലൈറ്റ്നിങ് അറസ്റ്റർ കൊടുത്തിരിക്കുന്നുണ്ട്, അതിലേക്കായിരിക്കുള്ളൂ ഈ ലൈറ്റ്നിങ് വരാനുള്ള സാധ്യതകൾ. കാരണം ആ കംപ്ലീറ്റ് അത് മുഴുവൻ, ആ ലാൻഡ് ഏരിയ മുഴുവൻ നമ്മൾ ഈ വെച്ചിരിക്കുന്ന പാനലുകൾക്കെല്ലാം തന്നെ എവറി ഇത് എന്താ പറയുക, ഓരോ ടേബിളിനും 4 ലൈറ്റ്നിങ് അറസ്റ്റർ കൊടുക്കുന്നുണ്ട്, 4 കോർണറിൽ. അപ്പൊ ഇഷ്ടംപോലെ ലൈറ്റ്നിങ് അറസ്റ്റേഷൻ ഉണ്ടാവും. അപ്പൊ ലൈറ്റ്നിങ് അവിടെ ഏത് ഭാഗത്ത് വന്നാലും ഇറ്റ് വിൽ പാസ് ത്രൂ. ഈ ലൈറ്റ്നിങ് അറസ്റ്ററിൽ കൂടെ തന്നെ പാസ് ചെയ്തിട്ട് SPD കയറിയിട്ടേ പോരുള്ളൂ. അപ്പൊ അവിടെ വെക്കേണ്ടത് നമ്മൾ ടൈപ്പ് 1 ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് SPD ലൈറ്റ്നിങ് അറസ്റ്ററിന് കൊടുക്കേണ്ട കാര്യമില്ല. ലൈറ്റ്നിങ് അറസ്റ്ററിൽ കൂടി ഉണ്ടാവുന്ന സർജ് കാരണം സെക്കൻഡറി സർക്യൂട്ടിൽ വരുന്ന സർജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ SPD കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഐസൊലേറ്റേഴ്സിന് നമ്മൾ അവിടെ വയ്ക്കുന്ന SPD ആയിരിക്കണം ഈ ടൈപ്പ് 1. അതിനാണ് കൂടുതൽ ബൈപ്പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. ഈ കറണ്ട് ഇത് ബൈപ്പാസ് ചെയ്യാനൊരു കപ്പാസിറ്റി SPD ഉണ്ടല്ലോ. 350 മൈക്രോ സെക്കൻഡ് ആണ്. മില്ലി സെക്കൻഡ്സ് ആണ് അത് എടുക്കുന്നത്. അതായത് 10/350 മില്ലി സെക്കൻഡ്സ് എടുത്താണ് അത് പാസ് ചെയ്ത് വിടുന്നത്. അതിന്റെ കപ്പാസിറ്റി, കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി അത്ര ഉണ്ടെന്നാണ് ടൈപ്പ് 1ന്റെ ഇത്. മറ്റേതിനകത്ത് 80 മില്ലി സെക്കൻഡ് ആണ് അതിന്റെ കപ്പാസിറ്റി ടൈപ്പ് 2ന്റെ. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സിലും കൂടെ ഇവിടെയൊക്കെയാണ് വെക്കുന്നത്. നമ്മുടെ സാധാരണ ചെറിയ സിസ്റ്റത്തില് ടൈപ്പ് 2. അതെ, ടൈപ്പ് 3 നമ്മള് സോളാർ ആപ്ലിക്കേഷനിൽ ടൈപ്പ് 3 ഉപയോഗിക്കാറില്ല. ടൈപ്പ് 1ഉം ടൈപ്പ് 2 ആണ് ഉപയോഗിക്കുന്നത്. സോളാർ ആപ്ലിക്കേഷൻ ഇതുപോലുള്ള ഇപ്പൊ CSS ഉണ്ടെന്ന് വിചാരിച്ചു. അത് ചെറിയ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അങ്ങനെയുള്ളതിനകത്താണ്. കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അല്ല ഇത് ഞാൻ CSS എന്ന് പറഞ്ഞത്. അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ഒരിക്കല് കൺവേർട്ട് ചെയ്ത് ഇത് 440 ആക്കിയിട്ട്
അത് പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് 11 kV ആക്കിയിട്ട് നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുന്ന കേസുണ്ട്. ഹൗസിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡിനറി ഈ പറഞ്ഞ പോലെ 440 കൊടുക്കുള്ളായിരിക്കും. അതേ സമയത്ത് ഹൈ ഇതിപ്പോ ഈ ഞാൻ ചെയ്ത ആ ഒരു പ്രോജക്റ്റിനകത്ത് SPD ഹാസ് ടു ബി നിയർ ദി CSS, അതായത് കോമ്പാക്ട് സബ്സ്റ്റേഷൻ ഉണ്ട് അവിടെ ഓരോരോ പോയിന്റിൽ. ഈ ഇൻവെർട്ടറിൽ നിന്ന് പോകുന്നത് നേരെ സബ്സ്റ്റേഷനിലേക്കാണ്. ആ സബ്സ്റ്റേഷനിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് അത് ഫൈനൽ RMU പോകുന്നത്, എന്ന് പറഞ്ഞാൽ റിംഗ് മെയിൻ യൂണിറ്റിലേക്ക് പോകുന്നത്. അവിടെ ഈ ടൈപ്പ് 3 ആണ്, അവിടെ SPD വേണം. SPD ടൈപ്പ് 3 കൊടുക്കണം. അതെ. പിന്നെ 1.2/50 ആ ടൈമിങ്ങിലുള്ള SPD വേണം കൊടുക്കാനായിട്ട്. രാഹുലെ, ഇതെന്നു വെച്ചാല് ഈ തമ്പിസാറ് മെഗാവാട്ട് പ്രൊജക്ട്, അതെ, അതാണ് ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് നമ്മുടെ തമ്മിൽ. രാഹുലെ, തമ്പിസാറ് മെഗാവാട്ട് പ്രൊജക്ട് ചെയ്ത ആളാണ്. നമ്മൾ മെയിനായിട്ട് ചെറിയ പ്രൊജക്ടിനൊക്കെ ഫോക്കസ്, നമ്മള് ചെറിയ അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനേ അവർ സമ്മതിക്കുള്ളൂ. നമുക്ക് അതിനകത്ത് അഭ്യാസങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല, ചെയ്യാലാണ്. തമ്പിസാറ് രാഹുലിന് മനസ്സിലായിരുന്നു, തമ്പിസാറ് സിയാലിന്റെ പ്രൊജക്ട് ചെയ്യുന്ന പ്രൊജക്ട് എഞ്ചിനീയർ ആണ്. ഹലോ, ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ ചെറുതായിട്ട് അറ്റൻഡ് ചെയ്തിരുന്നു. ഹലോ, നമ്മളിപ്പോ ചെറിയ പ്രൊജക്ടിൽ ഞങ്ങള് അങ്ങനെ നോക്കുമ്പോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയ പ്രോജക്റ്റിലേക്കും വരണമെന്നുണ്ട് എനിക്ക്. ഞാൻ നമ്മുടെ കണ്ണൻ സാറിനോടൊരു കാര്യം പറഞ്ഞായിരുന്നു ഞാൻ നേരത്തെ. സാർ ഓർക്കണ്ടോ സാർ അത്? എന്നാ സാറേ പറഞ്ഞോളൂ. ആ ഏരിയ എത്ര വേണം, 1 മെഗാവാട്ട് ചെയ്യാനായിട്ട് എത്ര ഏരിയ വേണം എന്നുള്ളത്. ഞാൻ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടുണ്ട് സാറേ. ഞാൻ സാറിനൊന്ന് പറഞ്ഞുതരാം. സാറിന് ഞാൻ പറയുന്നതിന് കുഴപ്പമുണ്ടോ ഇപ്പം? പറഞ്ഞോളൂ സാറേ. അതായത് 1 ഏക്കർ എന്ന് പറയുന്നത് 4047 സ്ക്വയർ മീറ്റർ ആണ്. നമ്മളുടെ സാധാരണ നോർമൽ കേസ് വെച്ച് 1 കിലോ വാട്ടിന് 100 സ്ക്വയർ ഫീറ്റ് വേണമെങ്കിൽ 1 മെഗാവാട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 1,00,000 വാട്ടാണ്. അപ്പോൾ അതിന് ആക്ച്വലി വേണ്ടത് 9273 സ്ക്വയർ മീറ്റർ വേണം. പക്ഷേ ഈ 100 എന്ന് പറയുന്നതിനകത്ത് കുറച്ച് അലവൻസ് ഉണ്ട്. അപ്പൊ ആ അലവൻസ് ഓൾട്ടുഗദർ വരുമ്പോ ഏതാണ്ട് നമുക്കൊരു പറയുകയാണെങ്കിൽ ഒരു 1.75 ഏക്കർ വിച്ച് ഈസ് ഈക്വൽ ടു അറൌണ്ട് 7500 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാല് ഏതാണ്ട് ഒരു 8000 സ്ക്വയർ ഫീറ്റ് ഈ ലെവലിൽ, അല്ല 80,000 സ്ക്വയർ ഫീറ്റ് ഈ ലെവലിൽ സ്ഥലം ഉണ്ടെങ്കിൽ 1 മെഗാവാട്ട് പവർ നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാം. അതൊന്ന്. പിന്നെ വേറൊന്ന് ഒരു കാര്യം ഇതിനെക്കുറിച്ചുള്ളത്, ഇപ്പൊ സപ്പോസ് നമ്മുടെ ഒരു പ്ലാന്റ് എവിടെയെങ്കിലും ഇവിടെ എറണാകുളം സൈഡോ അല്ലെങ്കിൽ നിയർ ബൈ സിറ്റി ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് ലാൻഡ് കണ്ടെന്ന് വരില്ല. നമുക്ക് ലാൻഡ് വേണമെങ്കിൽ എവിടെയെങ്കിലും KSEBിയുടെ ഏതെങ്കിലും ഗ്രിഡുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോയി നമുക്ക് സോളാർ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രിഡ് അവിടെ കയറിക്കോളും. ഇവിടെ ഇവർക്ക് പവർ അതിന്റെ എമൗണ്ട് കിട്ടും, ക്രെഡിറ്റ് ആയിക്കോളും ചെയ്തോളും. അങ്ങനെ ഒരു സിസ്റ്റം കൂടെ ഗവൺമെന്റ് KSEB സമ്മതിക്കുന്നുണ്ട്. അത് ബെന്നി സാറിന് മനസ്സിലായ വിവരം? കഴിഞ്ഞ പ്രാവശ്യം സാർ സംസാരിച്ചപ്പോ 1 ഏക്കർ സ്ഥലം മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ചെറിയ അല്ല 1 ഏക്കറല്ലേ, ഞാൻ അന്നേരം 1.5 പറഞ്ഞത്. ഞങ്ങൾ അവിടെ ചെയ്തതും ആ ലെവലില് അതല്ല, അവിടെ 2.5 ഏക്കറേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്താണ് ഈ 5 മെഗാവാട്ട് വന്നിരിക്കുന്നത്. അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല സോറി, 3.8 ഏക്കറാ ഉണ്ടായിരുന്നത്. അതിനകത്താണ് ഈ 5 മെഗാവാട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്. അപ്പൊ അത് വെച്ച് കണക്കാക്കുമ്പോൾ ഏതാണ്ട് 1.75 ഏക്കർ ഉണ്ടെങ്കിൽ 1 മെഗാവാട്ട് ചെയ്യാം നമുക്ക്. സാറേ, ഇങ്ങനെ നമ്മൾ സംസാരിക്കാനുള്ള കാരണം നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ 1 മെഗാവാട്ടിന് സാധാരണ 4 to 5 ഏക്കേഴ്സ് ആണ് അവർ സാധാരണ പറയുന്നത്. അത്രയൊന്നും വേണ്ട സാറേ. കാരണം ഞാൻ അവിടത്തെ ഇനിയിപ്പോ
അവിടെ നമ്മൾ പോയി നോക്കിയാൽ തന്നെ നമുക്കറിയാം. അത് ഏതാണ്ട് ഒരു ഈ പറഞ്ഞ രീതിയില് 3.8 ഏക്കറെ ഉള്ള ആ ലാൻഡ്. ഓക്കെ സാർ, തമ്പി സാർ ചെയ്തതല്ലേ? ഓക്കെ, ഞങ്ങൾ അതിൽ ഓക്കെ, നമുക്കെന്നാ ഇതിലേക്ക് കിടക്കാം. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, രാഹുലാണോ? അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് DC AC തമ്മിലുള്ള. ഓക്കെ, ചിലർ ഇത് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോ ആള് ചെയ്തേക്കുന്നത് 2 സർക്യൂട്ട് ഉണ്ട്, ഒരെണ്ണം AC-ലും ഒരെണ്ണം DC-ലും, രണ്ടും 220 വോൾട്ട് ആണ്. ഓക്കെ, ലെഫ്റ്റില് കാണുന്നത് അതിന്റെ ലോഡാണ്, അതൊരു ഹീറ്റിംഗ് ലോഡാണ്, കോയിലാണ്, ഹീറ്റർ ലോഡാണ്. ഇപ്പൊ ആള് AC-ലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ബട്ട് ടൈപ്പ് സ്വിച്ചിങ് ആണ് അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2 ഇതിന്റെ ഇടയിൽ നമ്മൾ കണക്ട് ചെയ്യാവുന്ന വിധത്തില്. ഓക്കെ, ഇപ്പൊ ആ ഹീറ്റർ ചൂടായി, അപ്പൊ അതിന്റെ മാക്സിമം കറണ്ടിലേക്ക് എത്തി. നമ്മൾ അതിനെ ഡിസ്കണക്ട് ചെയ്യാൻ നോക്കി. ഓക്കെ, രണ്ടാമത് ഓൺ ആക്കി. ഇത് AC-ലാണ്. അതിനെ ഡിസ്കണക്ട് ചെയ്തു. അപ്പൊ അതിന്റെ ആർക്കിംഗ് നമുക്ക് കാണാം, ചെറിയൊരു ആർക്കിംഗ് മാത്രമേ അതിനകത്തുള്ളൂ. ഓക്കെ, ഇതേ സർക്യൂട്ട് നമ്മൾ DC-ലേക്ക് മാറ്റുക. ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ DC-ലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നവും നമ്മൾ DC കമ്പോണൻസ് തന്നെ ഉപയോഗിക്കണം എന്ന് പറയാനുള്ള കാരണവും ഇതാണ്. ഓക്കെ, ഓക്കെ, ഇത്തിരി സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്ത്. നല്ലൊരു എക്സാമ്പിൾ ആണ്, ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ MC4 കണക്ടർ തന്നെ ഉപയോഗിക്കുക. അതെ, MC4 കണക്ടറിന് കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ ലാഭം നോക്കാതിരിക്കുക. അതെ, MC4 കണക്ടേഴ്സ് മാത്രമല്ല, അത് തന്നെ പല കമ്പനികളുണ്ട്. ദ ബെസ്റ്റ് പോസിബിൾ ISI സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനികൾ തന്നെ എടുക്കാൻ നോക്കുക. സാർ, AC-ല് ഈ സീറോ ക്രോസിംഗ് സമയത്ത് അങ്ങനെ ആർക്ക് കുറയാൻ വഴിയുള്ളൂ, അല്ലാത്ത സമയത്ത് ആർക്കുണ്ടാവും. അതുകൊണ്ടല്ല, പൾസ് ഉള്ളത് കൊണ്ടാണ് ആർക്ക് കുറയുന്നത്. DC-ല് പൾസ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. പറഞ്ഞില്ലേ, സീറോ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെ സീറോയിലേക്ക് വരുന്നുണ്ട്. AC 40 മില്ലി സെക്കൻഡിലും AC എത്ര വോൾട്ടിൽ നിൽക്കുന്ന സാധനമാണെങ്കിലും 40 മില്ലി സെക്കൻഡിൽ ഒരു പ്രാവശ്യം സീറോ വരുന്നുണ്ട്, സീറോ പൊട്ടൻഷ്യൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് AC-ൽ ആർക്കില്ലാത്തത്. അത് സ്വിച്ചിങ് ആയിട്ട് കോഡ്, അത് ആ കറക്റ്റ് ടൈമിൽ സീറോ ക്രോസിംഗിന്റെ സമയത്ത് അത് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആർക്ക് കുറയുള്ളൂ, അല്ലാത്ത സമയത്താണ് നന്നായിട്ട് ഈ DC പോലെ തന്നെ ആർക്കുണ്ടാവും. ഇല്ല, അത് അങ്ങനെയല്ല. അത് വളരെ ക്ലോസ് ആയിട്ടാണ്, അത് സോർട്ട് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് ആണിത്, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ലിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ആ സമയത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 0 ഇങ്ങനെ പല പല സീറോകൾ വരുന്നതുകൊണ്ട് അത്ര എഫക്റ്റീവ് ആകുന്നില്ല. അതാണ് ആർക്കിംഗ്. DC-യിൽ അതേ സമയത്ത് ഒരു ഗ്യാപ്പും കിട്ടുന്നില്ല, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അവൻ അടിച്ചോണ്ടിരിക്കും. മനസ്സിലായിക്കാണോ? ഓക്കെ, അല്ലാതെ ഇൻ എഫക്ട് രാഹുൽ പറഞ്ഞത് തന്നെയാണ് അതിന്റെ കാരണം. DC എപ്പോഴും നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. അതിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ഇതും അതുപോലെ തന്നെയുള്ള കോണ്ടാക്ട് തന്നെ വേണം. ഒരിക്കലും ഫ്യൂസ് ഓപ്പൺ ചെയ്യരുത് ലൈവ് സിസ്റ്റത്തില്. DC-യില് ഒരിക്കലും ലൈവില് ഫ്യൂസ് ഓപ്പൺ ചെയ്യരുത്. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്ന കേസുകള് ഫ്യൂസ്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ആദ്യം നമ്മൾ ഫ്യൂസ് ഊരാനാ നോക്കണേ. ഇതിന്റെ ഫ്യൂസിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, DC ഫ്യൂസിന്റെ ഫ്യൂസ് ഹോൾഡറിന്റെ
ഇത് ഒരു സൈഡിൽ കണക്റ്റഡ് ആയിരിക്കും. ഞാനത് ഒരു സെക്കൻഡ്. ഇത് ഫ്യൂസ് ഹോൾഡർ ആണ്, DC ഫ്യൂസ് ഹോൾഡർ ആണ്. ഓക്കെ, ഇതിന്റെ നമ്മൾ സാധാരണ ഫ്യൂസ് പോലെ ഫുൾ ആയിട്ട് ഊരിപ്പോരില്ല, ഇങ്ങനെ വരുള്ളൂ. ഒരു സൈഡ് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അപ്പോ ഈ സാധനം എപ്പോഴെങ്കിലും നമ്മൾ ലൈവ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ എഫക്ട് ഇതിനകത്തും ഉണ്ടാവും. ഇത് ആർക്ക് ചെയ്ത് കരിഞ്ഞു പോകും, തീ പിടിക്കും, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് തീ പിടിക്കും. ഇത് ഫയർ റിട്ടാർഡന്റ് മെറ്റീരിയൽ ആണെങ്കിലും ഇതിനകത്ത് തീ പിടിക്കും. ഓക്കെ, ഇനി ക്വയറീസ് എന്തെങ്കിലും ഉണ്ടോ? ആ ടൈപ്പ് SPD-കളുടെ ടൈപ്പ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ത്രീ ഫേസ് ടൈപ്പ് 2 SPD ആണ്. സാധാരണ ആപ്ലിക്കേഷൻ. ഓക്കെ, നോർമൽ. അപ്പൊ ഇതിനകത്ത് ഇൻഡിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വർക്കിംഗ് ആണ് അതിന്റെ അർത്ഥം. ഇത് റെഡ് ആവും, നമ്മുടെ ഇതിന്റെ ലൈഫ് കഴിയുമ്പോൾ അത് റെഡ് ആയിട്ട് വരും. ഇത് DC SPD ആണ്. ഇതെല്ലാം 40 kA അതിന്റെ റേറ്റ്. വോൾട്ടേജ് ഉണ്ട്, ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള വോൾട്ടേജ് ഉണ്ട്. ഇത് 1000 വോൾട്ടിന്റെ ആണ്. ഇതിന്റെ 2 കാട്രിഡ്ജ് വന്നതുണ്ട്, അത് 500 വോൾട്ട്. ഇത് ടൈപ്പ് 1+2. ഇതിനകത്ത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. T1 T2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കോമ്പിനേഷൻ. അപ്പൊ ഇതിന് മറ്റേതിനേക്കാളും റേറ്റിംഗ് കൂടുതലല്ല. വിത്ത് സ്റ്റാൻഡിങ് ഫോൾട്ട്, ഈ സർജ് വിത്ത് സ്റ്റാൻഡിങ് കപ്പാസിറ്റി ടൈപ്പ് 1+2 കൂടുതലാണ്. പിന്നെയുണ്ട് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൽ വരുമ്പോൾ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒത്തിരി ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു സൈസ് എനിക്കറിയില്ല, ഇതിനേക്കാൾ ഈ സൈസിലൊക്കെ ഉള്ള സിലിണ്ടറിക്കലായിട്ടുള്ള ഇത് ഇൻസുലേറ്റർ ഒക്കെ വെച്ചിട്ട് സ്റ്റാക്ക് ചെയ്തേക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൽ ഇരിക്കുന്ന SPD-കൾ. അത് എർത്ത് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള, അത് ഓപ്പൺ ടൈപ്പ് അല്ല, കാരണം ട്രാൻസ്മിഷൻ ഓപ്പൺ ആണ്. അല്ലെങ്കിൽ ഇൻഡോറിൽ വെക്കുന്ന SPD-കളും ഉണ്ട്. ഇതിപ്പോ നമ്മുടെ LV സൈഡിൽ ലോ വോൾട്ടേജ് സ്വിച്ച് ഗിയറിൽ അങ്ങനെ, അല്ലെങ്കിൽ ലോ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ വെക്കുന്ന SPD-കളാണ് ഇത്. നമ്മുടെ വീടുകളിലേക്ക് മെയിൻ DB-യിൽ ടൈപ്പ് 1+2-ഉം സബ് DB-യിൽ അല്ലെങ്കിൽ ചെറിയ വീടുകളിൽ എല്ലാം ടൈപ്പ് 2 SPD-കളുമാണ് വെക്കാറ്. ഓക്കെ, അതിനകത്ത് DC റേറ്റിംഗും ഉണ്ട്, AC വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ട്. 280 ഉണ്ട്, 320 ഉണ്ട്. ഇത് ഒരു 500 SPD, അത് 2 കാട്രിഡ്ജ് ഉള്ളത്. നേരത്തെ കാണിച്ചത് 3 ഉള്ളത് 1000 വോൾട്ടിന്റെ അങ്ങനെ ഉള്ളത്. ഇത് വേറൊരു ബ്രാൻഡ് 1000 വോൾട്ടിനും 3 കാട്രിഡ്ജ് ഉണ്ട്. അങ്ങനെ പല ബ്രാൻഡിനും ആ രീതിയിലാണ്. രാഹുൽ, SPD-യുടെ വർക്ക് ഫംഗ്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? SPD അതിന്റെ റേറ്റ് വോൾട്ടേജിന് എപ്പോഴാണോ ആ സർജ് കറണ്ട് അതിനകത്ത് അലൗബിൾ ആയിട്ടുള്ള DC വോൾട്ടേജിന് മുകളിലാവുന്നത്, അപ്പൊ അത് എർത്ത് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോ ബേസിക്കലി ഒരു വേണമെങ്കിൽ ഒരു സെനർ ഡയോഡായിട്ട് കമ്പയർ ചെയ്യാം. അതിന്റെ പൊട്ടൻഷ്യൽ എപ്പോഴാണോ കൂടുന്നത് അത് എർത്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കണ്ടക്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ SPD-കൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ടോപ്പ് സൈഡിലെ ലൈനും ഈ സൈഡ് ഗ്രൗണ്ടും ആണ്. ഇതെല്ലാം ഷോർട്ടാണ്. അപ്പൊ എപ്പോഴാണോ ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്ന റേറ്റഡ് വോൾട്ടേജിന് മുകളിലാവുന്നത്, അപ്പോൾ ഈ ലൈൻ ഷോർട്ടായിട്ട് എർത്ത് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇത് എർത്താണ്, ഗ്രൗണ്ടിങ്ങിനുള്ള പോയിന്റ് ആണ്. ഇവിടെ നമ്മുടെ ലൈൻ L1 L2 L3 ന്യൂട്രല്. ഓക്കെ, ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴാണോ ഇതിന്റെ റേറ്റഡ് ഡിഫറൻസിനേക്കാളും കൂടുതൽ വരുന്നത്, അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അത് എർത്ത് ചെയ്ത് കളയും. അപ്പം എപ്പോഴെങ്കിലും ഒരു ലൈറ്റ്നിങ് സർജ്, സെക്കൻഡറി സർജ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് എർത്ത് ചെയ്ത് കളയും. അതാണ് ഇതിന്റെ മെയിൻ ഫങ്ഷൻ.
ഒരു അപ്പൊ MOV ഈ ഫംഗ്ഷൻ ആണോ അതോ ബേസിക് MOV തന്നെ. അതിനകത്ത് ചിലതിനകത്ത് GD ട്യൂബ് ഗ്യാസ് ഡിസ്ചാർജ് ട്യൂബ് കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ മറ്റേ കെ റേറ്റിംഗും പിന്നെ അതിന്റെ വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റിയും ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ കോമ്പിനേഷൻ ആണ്. ഗ്യാസ് ഡിസ്ചാർജ് ട്യൂബിന്റെ MOVയുടെയും കോമ്പിനേഷൻ. പക്ഷെ ആ MOV സാധാരണ MOV അല്ല, ഇത്രയും കൂടി റോബസ്റ്റ് ആയിട്ടുള്ള വലിയ റേറ്റിംഗ് കൂടുതലായിട്ടുള്ള MOV ആണ്. ഞാനിത് ഒരെണ്ണം വേണമെങ്കിൽ ഊരി കാണിക്കാം. ഇത് അതിന്റെ ഒരു കാട്രിഡ്ജ് ആണ്. ഇത് റീപ്ലേസബിൾ ആണ്. നമുക്ക് ചീത്തയായി കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയിടാം. ഇതിന്റെ പുറയിലാണ് അതിന്റെ കോണ്ടാക്ട്. 2 കോണ്ടാക്ട് ഉള്ളൂ. ഒരു സെക്കൻഡ്. 2 കോണ്ടാക്ട് ഉള്ളൂ. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുമ്പോൾ ഇത് കണ്ടക്ട് ചെയ്യും. അപ്പൊ ഈ കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഉള്ളിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടർ ഫ്യൂസ് ആകുമ്പോഴാണ് ഇത് ഫ്ലാഗ് ആവുന്നത്, റെഡിലേക്ക് മാറുന്നത്. ലൈൻ ഫ്യൂസ് ആയി പോകും, അപ്പോഴാണ് ഇത് റെഡിലേക്ക് മാറുന്നത്. റെഡ് ആയി പോയ ഒരെണ്ണം കാണിക്കാൻ പറ്റുമോ? റെഡ് ആയതിന്റെ പിക്ചേഴ്സ് ഉണ്ടാവും. പിക്ചേഴ്സ് ഞാൻ നോക്കട്ടെ. ഫോണിലായിരിക്കും. ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്യേണ്ടി വരും. ഞാൻ ഇടയിൽ നോക്കി എടുത്തിട്ട് വേറെ ആരെങ്കിലും ഇത് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ ഇടയിൽ നോക്കി എടുത്തിട്ട് ഞാൻ ചെയ്തു തരാം, കാണിച്ചു തരാം. ഓക്കെ. അതുപോലെ സാറ് പറഞ്ഞ മറ്റേ ഈ ലൈൻ ടു എർത്ത് ആണ്, അല്ല ലൈൻ ടു ലൈൻ 3 ഫേസില് ലൈൻ ടു ലൈൻ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ എല്ലാത്തിനകത്തും ലൈൻ ടു ന്യൂട്രൽ ആണ്, ലൈൻ ടു ഗ്രൗണ്ട് ആണ് മെഷർ ചെയ്യുന്നത്. എല്ലാ SPD ലൈൻ ടു ഗ്രൗണ്ട് ആണ് മെഷർ ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഞാൻ ഇതുവരെയും കണ്ടേക്കുന്നത്, ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അതിന്റെ ആവശ്യം ഉണ്ടാവില്ലാത്തതുകൊണ്ടായിരിക്കും അറിയാത്തത്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടേക്കുന്നതെല്ലാം ലൈൻ ടു ഗ്രൗണ്ട് ആണ് മെഷർ ചെയ്യുന്നത്. ലൈൻ അല്ലെങ്കിൽ ന്യൂട്രൽ ടു ഗ്രൗണ്ട്. ഇനി വേറെ എന്ത്? ഹലോ, ഒരു സംശയം. ഹലോ, പറഞ്ഞു. SPD ഉപയോഗിക്കുമ്പോൾ ഇതിന് പാരലായിട്ട് ഒരു ഐസൊലേറ്റർ കൊടുക്കണം എന്ന് പറയണ്ട, അത് നിർബന്ധമുണ്ടോ? ബാക്കപ്പ് ആയിട്ട് MCB കൊടുക്കാറുണ്ട്. കാരണം ചിലപ്പോൾ അത് കറണ്ടിന്റെ ഡ്യൂറേഷൻ കൂടുമ്പോൾ MCB ട്രിപ്പ് ആയിക്കോളും, അല്ലെങ്കിൽ ഫ്യൂസ് ട്രിപ്പ് ആയിക്കോളും, ഫ്യൂസ് ഇതായിക്കോളും, ഫെയിൽ ആയിക്കോളും. അപ്പൊ അത് മെയിൻ ലൈനിലാണ് നമ്മൾ ഫ്യൂസ് കൊടുക്കാറ്. അപ്പൊ നമ്മുടെ വീടിനെ ചെയ്തോളൂ. സാറേ, അതുപോലെ നമ്മുടെ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ അതിന്റെ കപ്പാസിറ്റർ ഇടയ്ക്ക് അടിച്ചു പോകുന്നത് എന്താണ് അങ്ങനെ വരുന്നത്? എനിക്ക് ഓഫ് ഗ്രിഡ് അത്ര പരിചയമില്ല. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ അതിന്റെ കപ്പാസിറ്റർ ഇടയ്ക്ക് അടിച്ചു പോകുന്നുണ്ട്, അതെന്താണ് അങ്ങനെ വരുന്നത്? ഓഫ് ഗ്രിഡിലാണ്. അതെവിടെ അറിയത്തില്ല, അവര് പറഞ്ഞ കപ്പാസിറ്റർ പോയെന്നാണ് പറയുന്നത്. അല്ല, അത് നമ്മുടെ ലൈറ്റിനിങ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നോർമലി ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇപ്പം 50 വോൾട്ടോ 60 വോൾട്ടോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അത് വോൾട്ടേജ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഷോർട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് എവിടെയുള്ള കപ്പാസിറ്റർ ആണെന്ന് പറയുവാണെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് ഒരു SPD കൊടുത്തോണ്ട്, മെയിനിൽ ഒരു SPD കൊടുത്തോണ്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നോ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിലേ? അതിന്റെ കാരണം അറിയില്ല, അതുകൊണ്ട് വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്റർ ആണ് നല്ലത്. ചിലപ്പോ പൊളാരിറ്റി മാറിയതാവാം, കണക്ട് ചെയ്തപ്പം അങ്ങനെയും വരാം. പല കാരണങ്ങളായി കപ്പാസിറ്റി. അതെ, സർജ് പറയുന്നത്. അല്ലാതെ SPD കൊടുത്താലും ലൈനിൽ നിന്ന് പോസ്റ്റിൽ നിന്നും വരുന്ന അവിടെ എന്തെങ്കിലും പ്രോബ്ലം, ന്യൂട്രൽ കയറി വരുന്ന അങ്ങനെയുള്ള പ്രശ്നം അങ്ങനെയാണെങ്കിലും നമുക്ക് SPD പ്രിവെന്റ് ചെയ്യാം അതിന്. അപ്പം അൾട്ടിമേറ്റ് ആയിട്ട് ഈ SPD വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റിൽ നിന്നുള്ള ഇതാണെങ്കിലും ന്യൂട്രലിന്റെ പ്രോബ്ലം ആണെങ്കിലും അത് പ്രിവെന്റ് ചെയ്യുമല്ലോ അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. രാഹുൽ സാർ, ഒരു സംശയം. ഓൺ ഗ്രിഡിലാണ് നമ്മളൊരു സ്ട്രിങ്ങിൽ 250 വോൾട്ടാണ് പാനൽ വോൾട്ടേജ് എങ്കിൽ നമുക്ക് എത്ര വോൾട്ടിന്റെ SPD നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? അതുപോലെ സെലക്ട് ചെയ്യാം. എത്ര കേട്ടില്ല? 500 വോൾട്ട്. 500 വോൾട്ട്.
അത് ശരിക്കും ചിലരും 320 വോൾട്ട് ഒക്കെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇല്ല ശരിയാണ്. അങ്ങനെ കുഴപ്പമില്ല. കാരണം സർജ് നമുക്ക് 300 വോൾട്ടിലോ അല്ലെങ്കിൽ 250 എന്നുള്ളത് 260 വോൾട്ടിലോ അങ്ങനെയല്ല വരുന്നത്. സർജ് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഹൈ വോൾട്ടേജിലേക്ക് കിലോ വോൾട്ടിലേക്കാണ് പോവുക. അപ്പൊ അതുകൊണ്ട് ഇത്ര തന്നെ വേണമെന്നില്ല. 500 ഇപ്പൊ 1000 വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. 500 1000-നേക്കാളും വില കുറവായതുകൊണ്ട് 500 വെച്ചാൽ മതി. ചിലര് ഗ്യാരണ്ടി കിട്ടുന്ന പ്രശ്നത്തെ കുറിച്ച് പറയണ്ടേ ഈ വോൾട്ടേജ് കൂടുമ്പോഴേ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ? രാഹുലേ, നമ്മുടെ ഈ AC SPD സൈഡില് പ്രശ്നമുണ്ട്. കാരണം 290 വോൾട്ടാണ് ഇപ്പൊ എല്ലാ കമ്പനികളും. നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ 320 വോൾട്ട് നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് പല കമ്പനികളും, കാരണം SPD പോകില്ല, നമ്മുടെ ഇൻവെർട്ടർ പോകുന്നുള്ളതുകൊണ്ട് ഇപ്പൊ പ്രോണിസ് പോലുള്ള കമ്പനികളൊക്കെ 290 വേണമെന്ന് അവര് പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ കാരണം ഇത് കണ്ടോ, ഇതൊരു സർക്യൂട്ടാണ്. ഞാൻ ബ്രാൻഡ് ഒന്നും സ്പെസിഫൈ ചെയ്യണില്ല കേട്ടോ. എനിക്ക് ആ ഒരു ഇതിനകത്തേക്ക് ഇഷ്ടമല്ല. ഒരു ബ്രാൻഡും മോശം, ഒരു ബ്രാൻഡും നല്ലതെന്നോ ഞാൻ പറയണില്ല. ഇതൊരു പർട്ടിക്കുലർ ഇൻവെർട്ടറിന്റെ ഇത് ബേൺ ആയ സിറ്റുവേഷൻ ആണ്. ഇതിനകത്തുള്ള കാരണം ഇതിന്റെ MOV റേറ്റിംഗ് SPD റേറ്റിംഗിനേക്കാളും കുറഞ്ഞതാണ്. അപ്പൊ AC സൈഡിലാണ് ഈ പ്രശ്നം കൂടുതൽ കാണാറ്. DC സൈഡിൽ എല്ലാവരും സാധാരണ ഇത്തിരി ബഫർ ഇട്ടിട്ടാണ് MOV വെക്കാറ്. DC സൈഡിൽ അങ്ങനെ കിട്ടി പതിവില്ല. 500 വോൾട്ടിന്റെ ഒക്കെയാണ് വെക്കാറ്. പക്ഷെ AC സൈഡിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. മിക്ക കമ്പനികളും ഇത് കണ്ടിട്ട് ഇപ്പൊ MOVയുടെ റേറ്റിംഗ് മാറ്റിയിട്ടുണ്ട്. ഇതും ഒരു കേസ് ഉണ്ട്. ഞാൻ ഇപ്പം ട്രിഗർ മാറിയത് കണ്ടിരുന്നു. ഹലോ, എന്തെങ്കിലും തമ്പ് റൂൾ എന്തെങ്കിലും ഉണ്ടോ? ഇതും ഒരു ഇതേപോലെ സർജ് വന്നു പോയ ഒരു ഇൻവെർട്ടറാണ്. ഓക്കെ, ഇതെല്ലാം ഈ പറഞ്ഞ MOVയും SPDയും ഒന്നും പ്രോപ്പർ അല്ലാത്തതിന്റെ ഒരു കാരണം കൊണ്ട് സംഭവിച്ചു. ഓക്കെ, ഞങ്ങളുടെ കേസിലും സംഭവിച്ചിട്ടുണ്ട് ഇതേപോലെ. ക്ലയന്റ് പോയി ഫ്യൂസ് ഊരിയ, അങ്ങനെ പല കാരണങ്ങളും കാരണം DBക്ക് തീ പിടിച്ചിട്ടുണ്ട്. വയറിങ് പ്രോപ്പർ അല്ലാണ്ട് ലെഗ് ഇല്ലാതെ ഫീൽഡ് വയർ വന്ന് കയറിയിട്ട് അത് തമ്മിൽ ആർക്ക് ചെയ്ത് അങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ DCയില് തീ പിടിക്കാനും സോളാർ സിസ്റ്റത്തില് പൊതുവെ തീ പിടിക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്, DC ആയതുകൊണ്ടും ഹൈ വോൾട്ടേജ് ആയതുകൊണ്ടും. അപ്പൊ എപ്പോഴും അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാതെ, ഇപ്പൊ ഇൻവെർട്ടർ കൊള്ളൂല്ലെങ്കിൽ ഇൻവെർട്ടർ ചീത്തയായെന്ന് പറയുള്ളൂ. വേറെ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ അതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പോണന്റ് കൊള്ളില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വീട് വരെ നന്നാക്കി കൊടുക്കേണ്ടി വരും, ആൾക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അങ്ങനെ പല പ്രശ്നങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. ഹലോ, SPD സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും തമ്പ് റൂൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എത്ര വോൾട്ടേജ് എത്ര സിസ്റ്റം എത്ര വേണമെന്നുള്ളത്? ഇല്ല, നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള SPD വെക്കുക. തൊട്ട് മുകളിലുള്ള സിസ്റ്റം വോൾട്ടേജിന് തൊട്ട് മുകളിലുള്ള SPD വെക്കുക. ജസ്റ്റ് ഹയർ വെച്ചാൽ മതി, അതോ ഇത്ര ടൈംസ് ആണെന്നുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? കുഷിനോ ബഫറോ? ഇല്ല, ടൈംസ് വെക്കാറില്ല. നമ്മളിപ്പോ നോർമലി 280 വോൾട്ട് ACയുടെ SPD ഇപ്പം യൂറോപ്യൻ മെഷീൻസിന് വെക്കുന്നത്. ഓക്കെ, AC സൈഡ് കേട്ടോ. DC സൈഡ് 500,000. കാരണം സ്ട്രിങ് ലെവല് 5 കിലോവാട്ട് ഒറ്റ സ്ട്രിങ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ, 3 ഫേസ് ആണെങ്കിൽ അതിന് 1000 വോൾട്ടിന്റെ വെക്കുന്നത്. അതേസമയം ഇപ്പൊ 5 കിലോവാട്ട് സിംഗിൾ ഫേസ് ആണെങ്കിൽ 2 MPPT അതിന് 500 വോൾട്ടിന്റെ SPD രണ്ട് സ്ട്രിങ് ഉണ്ടാവും. ഓരോന്നിനും 500 വോൾട്ടിന്റെ SPD വെക്കുന്നത്. AC സൈഡിൽ 280 വോൾട്ടിന്റെ. ഓക്കെ, താങ്ക് യു. അതുകൊണ്ട് പല ബ്രാൻഡുകളും നമ്മുടെ അടുത്ത് വന്നത് 280യുടെയും 320യുടെയും ഉണ്ട് SPD. ചിലതിന് 320 മതി. 320 പൊതുവെ ഇത്രയും കൂടി ചീപ്പറാണ് മാർക്കറ്റിൽ, കാരണം കൂടുതൽ വോളിയം 320 ബട്ട് 280 ഇത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള മെഷീൻസിനാണ് നമ്മൾ വെക്കാറ്. ഓക്കെ, താങ്ക് യു. അതുപോലെ സാറേ, ഈ SPD നമ്മള് മറ്റേ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറയണ്ടല്ലോ, അത് നമ്മൾ പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു? ഇല്ല, അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും T1 T2 എന്ന്. മെഷീനിൽ SPD തന്നെ എഴുതിയിട്ടുണ്ടാവും. ഞാനത് കാണിച്ചു തരാം. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല.
കാണാനുണ്ടോ? രണ്ട് ട്രയാങ്കിളില് T1 T2 എന്ന് എഴുതിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫോട്ടോ ഞാൻ ഫോട്ടോ ഇടാം. അതിനകത്തുണ്ട്. ഞാനത് ഫോട്ടോ ഷെയർ ചെയ്യാം. ഈ ഒരു DB-യിൽ ഒരു സെക്കൻഡ്. അതുപോലെ തന്നെ ഈ SPD കാട്രിഡ്ജ് നമ്മൾ റെഡ് ആയില്ലെങ്കിൽ പോലും 1-2 വർഷം 3 വർഷം കഴിയുമ്പോൾ അത് റീപ്ലേസ് ചെയ്യേണ്ടതാണ് നല്ലത് എന്ന് പറഞ്ഞു കേൾക്കുന്നത് ശരിയാണോ? അങ്ങനെ ഇല്ല, നമുക്ക് റെഡ് ആയില്ലെങ്കിൽ മാറ്റണ്ട. ഇത് കാണാമോ? ഇത് ക്ലിയർ ആണ്. ഓക്കെ, അതിനകത്ത് T1 T2 മാർക്ക് ചെയ്തിട്ടുണ്ട് ആ സ്ക്വയറിൽ. SPD ഫ്ലാഗ് ആയാൽ മാത്രമേ ഇത് മാറ്റേണ്ട കാര്യമുള്ളൂ. അതുപോലെ തന്നെ സംശയം, നമ്മൾ ഫ്യൂസ് വരുമ്പോൾ ആർക്കിംഗ് ഉണ്ടാവുന്നല്ലോ DC സൈഡിൽ. അപ്പൊ നമ്മൾ MCB ഓഫ് ചെയ്തിട്ട് ഇപ്പൊ പാനൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് MCB ഓഫ് ചെയ്തിട്ട് ഫ്യൂസ് വരാൻ പറ്റില്ലേ? MCB ഓഫ് ചെയ്തിട്ട് ഫ്യൂസ് ചെയ്യാം. ആ സമയത്ത് ആർക്കിംഗ് ഉണ്ടാവാറുണ്ടോ ശരിക്കും? നമ്മുടെ MCB ഓഫ് ചെയ്താലും ആ സമയത്ത് ആർക്കിംഗ് ഉണ്ടാവില്ല. നമ്മുടെ വയറിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ SPD അതേപോലെ MCB അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ട് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? മെയിൻ ആയിട്ട് ഫ്യൂസ് ഊർന്നത് തന്നെയാണ് മെയിൻ കാണാറ്. പിന്നെ വയറ് ലൈവില് വലിച്ചു വരിക, SPD ഓഫ് ആക്കാതെ ലൈവില് വയറ് വലിച്ചു വരിക. ഐസൊലേറ്റർ കൊള്ളില്ലാത്ത ഒരു ഐസൊലേറ്റർ വയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ AC ക്ക് വരെ DC ഐസൊലേറ്റർ അല്ല, DC ക്ക് വരെ AC ഐസൊലേറ്റർ അല്ലെങ്കിൽ നോർമൽ ഐസൊലേറ്റർ ഇല്ലേ, 100 രൂപയ്ക്ക് കിട്ടുന്ന ഐസൊലേറ്റർ ഒക്കെ വെച്ചിട്ട് അത് ഓഫ് ആക്കുമ്പോൾ ഉറപ്പായിട്ടുള്ള കാര്യമാണ് തീ പിടിക്കുന്നുള്ളത്. DC MCBയിൽ ആർക്ക് ക്വെഞ്ച് ചെയ്യാനായിട്ട് അതിനകത്ത് മാഗ്നറ്റിക് ക്വെഞ്ചർ ഉണ്ട്. അത് കാരണമാണ് അത് ആർക്ക് പെർസിസ്റ്റ് ചെയ്യാത്തത്. അതിനകത്ത് ക്വെഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ശമിപ്പിക്കുക ആർക്കിനെ. ഇതിന്റെ കാട്രിഡ്ജിന്റെ ഒക്കെ ഒന്ന് വില റഫായിട്ട് എന്ത് റേഞ്ചിൽ വരുന്ന? നമ്മൾ കാട്രിഡ്ജ് ആയിട്ട് വെക്കാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം ഇതിനകത്ത് നോക്കിയാൽ 4 കാട്രിഡ്ജ് ഉണ്ട്. ഈ കാട്രിഡ്ജ് 2 എണ്ണം വാങ്ങുന്ന വിലക്ക് കിട്ടും. അപ്പൊ സ്പെയർസ് കമ്പോണന്റിനേക്കാളും വില കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് 2 എണ്ണത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എപ്പോഴും ചീപ്പർ SPD ആയിട്ട് വാങ്ങുന്ന. എന്നിട്ട് അതിനകത്ത് 2 എണ്ണം ഊര പിന്നീടുള്ള ആവശ്യത്തിന് 2 എണ്ണം വെക്കാൻ. അതുപോലെ സാർ ഒരു സംശയം, ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ സൈഡിൽ പറയുമ്പോൾ ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ട്രിപ്പ് ആവില്ല, വെറുതെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ നമ്മുടെ ഈ DC സൈഡ് ശരിക്കും ട്രിപ്പ് ആവുമോ സാർ? അത് DC സൈഡ് ട്രിപ്പ് ആവാൻ വേണ്ടിയല്ല, ഓഫ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഓൾറെഡി ഐസൊലേറ്ററിന് മുമ്പുണ്ട്. എന്ന് പറയാൻ ഫ്യൂസ് ഉണ്ട്, SPD ഉണ്ട്. അതുകൊണ്ട് ഈ സാധനം വെറുതെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്ന് പറയാൻ സർക്യൂട്ടിന് ഐസൊലേറ്റ് മാത്രമാണ് പണി. ഈ ഐസൊലേറ്ററിന് 1,000 രൂപ വിലയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഐസൊലേറ്ററിന് വരെ MCB ഉപയോഗിക്കുന്നത്. അപ്പൊ MCBക്ക് 700 സംതിങ് എല്ലാം പ്ലസ് ടാക്സ് ആണ് ഞാൻ പറഞ്ഞത്. 700-800 രൂപ ആ റേഞ്ചിൽ വരുള്ളൂ. അതുകൊണ്ട് ചെറിയ സിസ്റ്റത്തിന് MCBയിലേക്ക് പോകും, വലിയ സിസ്റ്റത്തിന് ഐസൊലേറ്ററിലേക്ക് പോകും. ഇല്ല, നമ്മളവിടെ ഒരിക്കലും ഇപ്പൊ നമ്മുടെ പാനലിന്റെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഒരിക്കലും MCBനെ ട്രിപ്പ് ചെയ്യാനുള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വരില്ല. ISC MCBയുടെ ട്രിപ്പിംഗ് കറണ്ട് വരെ എത്തില്ല. ഇപ്പൊ നമ്മുടെ IMP 9 ആംപിയർ ആണെങ്കിൽ ISC 10 ആംപിയർ ഉണ്ടാവുള്ളൂ. ഈ 10 ആംപിയർ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന MCB എന്തായാലും 10 ആംപിയറിന്റെ ഉപയോഗിക്കില്ല. 16 ആംസിന്റെ ആയിരിക്കും മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നത്. 10 ഉപയോഗിച്ചാൽ പോലും 1.2 ടൈംസ് എങ്കിലും വരാണ്ട് MCB ട്രിപ്പ് ആവില്ല. അതിനൊരു കർവ് ഉണ്ട്. കറണ്ട് കൂടുന്തോറും അതിന്റെ ട്രിപ്പിംഗ് ടൈം കുറയും. ബട്ട് 1.2 ടൈംസ് വരാണ്ടെങ്കിലും MCB ആക്ട് ചെയ്യില്ല. അപ്പൊ പ്രൊട്ടക്ഷൻ അവിടെ നടക്കില്ല. നിങ്ങൾ ഇപ്പൊ MCBയുടെ സെക്കൻഡറി സൈഡ് പാനലിൽ നിന്ന് തന്നെ MCBയുടെ സെക്കൻഡറി സൈഡ് ഷോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ MCB ട്രിപ്പ് ആവില്ല.
ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇത് എർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എർത്തിങ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനകത്ത് എല്ലാം കവർ ചെയ്തതാണ്. ഇക്യു പൊട്ടൻഷ്യൽ ആയിരിക്കണം, 3 എർത്തുകൾ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഒരു ഇത് ഫെയിൽ ആയാലും മറ്റേ എർത്തുകൾ നമുക്ക് കിട്ടും സർക്യൂട്ടിൽ. അപ്പൊ ഒരിക്കലും ഒരെർത്തിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യരുത്. എർത്തിങ് മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ SPDയും ഫ്യൂസും ഇതൊക്കെ ചെയ്യണത് വെറുതെ ആയിപ്പോ. എർത്തിങ് കംപ്ലീറ്റ് ലൂപ്പ് ചെയ്യണം. അതെ അതെ, മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ലൂപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ മേജർ എക്യുപ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് മിനിമം 2 എർത്ത് ബിറ്റും എർത്ത് കണക്ഷൻ ഉണ്ടാകണം. അതും ഇത് തമ്മിലായിട്ട് ഇന്റർ കണക്ട് ചെയ്യണം. എല്ലാം തമ്മിൽ നെറ്റ്വർക്ക് ഉണ്ടാകണം. ഇപ്പം ലൂപ്പിംഗ് ചെയ്യുന്നത് ഈ പിറ്റിന്റെ അടുത്ത് വെച്ചിട്ടാണോ അതേ അതിന് മുകളിലാണോ? അല്ല, അതിന് ഡിസ്റ്റൻസ് പറയുന്നുണ്ട് പലയിടത്തും. എക്യുപ്മെന്റ് ആണെങ്കിൽ 1.5 മീറ്റർ മാറിയാണ് ഇതിന്റെ ലൈൻ റൺ ചെയ്യേണ്ടത്. ബെഞ്ച് വെക്കുന്ന ഇപ്പോൾ 1.5 മീറ്റർ മാറിയായിരിക്കും. കാരണം ബെഞ്ചിൽ നമുക്ക് ചിലപ്പോൾ അലൂമിനിയം കേബിൾ ഉണ്ടാവും. അലൂമിനിയം കേബിൾ ഒരിക്കലും മണ്ണിലേക്ക് കോൺടാക്ട് ചെയ്യരുത്. അലൂമിനിയം കേബിൾ എപ്പോഴും 1.5 മീറ്റർ മുകളിൽ വെച്ച് നിർത്തണം. അവിടെ നിന്ന് കോപ്പർ അല്ലെങ്കിൽ GA സ്ട്രിപ്പ് വേണം ഇടാനായിട്ട്. അപ്പൊ അത് കൊണ്ടുവന്ന് നിർത്തുന്നത് സാധാരണ എർത്ത് ബെഞ്ചിലായിരിക്കും. ആ എർത്ത് ബെഞ്ച് ചിലപ്പോൾ 1 ഉണ്ടാവും, 3 ഉണ്ടാവും. ആ ബെഞ്ചിലേക്കാണ് പല ഇതിന്റെ സർക്യൂട്ടും എർത്തിന്റെ സർക്യൂട്ടും വന്ന് മീറ്റ് ചെയ്യണം. അപ്പൊ അവിടെ നമുക്ക് പാരലൽ ചെയ്യാൻ പറ്റും എല്ലാ എർത്തുകളെ ലൂപ്പ് ചെയ്ത്. 2 സൈഡ് വേണമെന്നാണ്. ഒരു സൈഡ് കട്ടായാലും അടുത്ത സൈഡിൽ കൂടി നമുക്ക് എർത്ത് കിട്ടണം. അതാണ് അതിന്റെ ലോജിക്. അല്ല സാർ, ഒരു വട്ടം പോലെയാ. ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മള് ആ ഇൻവെർട്ടറിന്റെ തൊട്ട് താഴെയായിട്ട് അവിടെ DC AC-യുടെയും ഇത് വരുമല്ലോ, അരേ ജംഗ്ഷൻ ബോക്സ് വരും, അതുപോലെ ഇൻവെർട്ടർ വരും. അതിന്റെ എർത്തെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു എർത്ത് ബെഞ്ചിലേക്ക് കണക്ട് ചെയ്തിട്ട് അവിടുന്ന് 2 എർത്ത് കൊണ്ടുപോയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും. അങ്ങനെ അത് തനിയെ കൊണ്ടുപോകണം. നമ്മുടെ സ്ട്രക്ചർ എർത്ത് ചെയ്യണം, നമ്മുടെ ഈ SPDകൾ എർത്ത് ചെയ്യണം. പോരാത്തതിന് മീറ്റർ ബോക്സ് എർത്ത് ചെയ്യണം. അല്ല, ഇതെല്ലാം കൂടി നമ്മൾ ബെഞ്ചിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് 2 എർത്ത് ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയാവുമെന്ന് ചോദിക്കുന്നു. 3 എർത്തെങ്കിലും വെക്കണമായിരിക്കും എപ്പോഴും നല്ലത്. 3 പോയിന്റിലായിട്ട്, ഒരേ പോയിന്റിലല്ല, 3 പോയിന്റിലായിട്ട്. കാരണം നമ്മൾ ഇപ്പൊ ഒരു പോയിന്റിലായിട്ട് എല്ലാ എർത്തും കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലേഷൻ കൂടും, എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന എർത്തിങ് കിട്ടില്ല. അപ്പൊ നമ്മുടെ സർക്യൂട്ട് വരുമ്പോൾ ചിലപ്പോൾ എർത്ത് ചെയ്ത് പോണതിന് പകരം സർക്യൂട്ടിൽ തന്നെ നിന്ന് മറ്റ് ഡിവൈസുകൾ ഇത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൾട്ടി പോയിന്റിൽ എർത്ത് ചെയ്യുന്നത്, പല സ്ഥലങ്ങളിലായിട്ട് എർത്ത് ചെയ്യണം. അപ്പൊ എവിടെയെങ്കിലും നമുക്ക് ലോസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ള പോയിന്റ് പ്രിഫറബിളി രാഹുൽ അത് മെയിൻ്റനൻസ് ഫ്രീ ആക്കുകയാണ് നല്ലത്. അതെ അതെ, ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന എല്ലാം കൂടുതൽ കെമിക്കൽ വരുന്നുണ്ടല്ലോ. അതെ അതെ, കെമിക്കൽ എർത്തിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ, അതാണ് എല്ലാവരും ചെയ്യുന്നത്. ചുമ്മാ കുറ്റിയടിക്കല് കുറവാ ഇപ്പൊ. എർത്ത് ലൂപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാല് ഈ ലൈറ്റ്നിങ്ങിന്റെ എർത്തും ലൂപ്പിംഗ് ആണോ അതോ ലൂപ്പ് ചെയ്യണം? എല്ലാ എർത്തും ഒരുമിച്ച് ലൂപ്പ് ചെയ്യണം. പക്ഷെ ലൂപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ്ങിന്റെ എർത്ത് കൊണ്ടുവന്നിട്ട് SPDയിൽ കണക്ട് ചെയ്തിട്ട് SPDയുടെ എർത്ത് കൊണ്ടുവന്ന് എർത്തിലേക്ക് കൊടുക്കലല്ലാട്ടോ പരിപാടി. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ എങ്ങനെയാ ലൂപ്പ്? ലൈറ്റ്നിങ്ങിന്റെ എർത്ത് നേരെ നമ്മള് എർത്തിലേക്ക് പോവാ. ഓക്കെ, അതിന്റെ ഒരു പോയിന്റ് അവിടെ നിന്ന് എടുത്തിട്ട് മറ്റേ എർത്തിലേക്ക് തമ്മിൽ കണക്ട് ചെയ്യിക്കുക. മറ്റേ എർത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ SPDക്ക് വേറൊരു എർത്ത് നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിന്റും ലൈറ്റ്നിങ്ങിന് അടിച്ച പോയിന്റും തമ്മിൽ കണക്ട് ചെയ്യണം. അത് 2 പോയിന്റിൽ കണക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ അറ്റത്ത് നിന്ന് ചുറ്റി മറ്റേതിനകത്ത് പോയി അവിടെ നിന്ന് അടുത്ത ലൂപ്പ് വന്ന് ഇപ്പുറത്ത് കയറണം. അപ്പൊ ഏതെങ്കിലും ഒരു ഇത് ബ്രേക്ക് ആയാൽ അടുത്തൊരു സർക്യൂട്ട് ഇതിന് കിട്ടണം. KCBയുടെ പുതിയ റെഗുലേഷനകത്ത് 4 എർത്ത് വേണമെന്നൊക്കെ പറഞ്ഞത്, അതിൽ മനസ്സിലാക്കിയായിരുന്നത്? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അത്.
അതിപ്പോ ആലപ്പുഴ പല സ്ഥലത്തും ഇപ്പൊ ടെസ്റ്റിങ് അങ്ങനെ അവര് 4 എർത്ത് വേണമെന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞു. അതായത് ഒന്ന് പാനൽ എർത്ത്, പിന്നെ SPD തനിച്ച് എർത്ത് ചെയ്യണം, AC സൈഡ് എർത്ത് ചെയ്യണം. നമ്മളിപ്പോ ഇതുവരെ AC സൈഡും DC സൈഡും എർത്ത് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ SPD തനിച്ച് എർത്ത് ചെയ്യണം എന്നാണ് ഇപ്പൊ. അത് 4 അത് റെഗുലേഷൻ വരുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഈക്വി പൊട്ടൻഷ്യൽ ആക്കണ്ടേ? എർത്തിങ് തമ്മിൽ ജോയിന്റ് ചെയ്യേണ്ട അല്ല, കാര്യമുണ്ടല്ലോ. ഇന്റർ കണക്ട് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ 4 എർത്ത് ബിറ്റ് 4 എർത്ത് റാഡും വേണം. എർത്ത് ബിറ്റ് വേണം. വേണം. അതെ. ബെനി സാറേ, അത് അവർ എത്ര കിലോ വാട്ടിന്റെ അവരങ്ങനെ പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്തത്? അല്ല, ഇപ്പൊ ആലപ്പുഴ ഓരോ ടെസ്റ്റിംഗ് അവർ വന്നിട്ട് 4 എർത്തിൽ അതായത് എത്ര കിലോ വാട്ടിന്റെ പ്ലാന്റ്? റെസിഡൻഷ്യൽ 3 കിലോവാട്ട് 5 കിലോവാട്ട് ഒക്കെ അങ്ങനെയുള്ള ചെറിയ അതിനും 4 എർത്ത്. ടു ബി ഓൺ ദ സേഫ് സൈഡ് അതായിരിക്കണം അവർ ഉദ്ദേശിക്കുന്നത്. അതെ ആയിരിക്കണം. അടുത്ത ആഴ്ച 1-2 ആഴ്ചക്കുള്ള എന്റെ റെഗുലേഷൻ നമുക്ക് പുറത്തു കിട്ടും. അത് കൂടുതൽ അറിയാണ്ട്. ഇതിപ്പോ ഞാനിപ്പം ഇങ്ങനെ അവിടെ കേട്ടറിവേ ഉള്ളൂ. അപ്പൊ സാറേ, എർത്തിങ്ങിൽ ഇപ്പോ SPD തനിയെ കൊണ്ട് എർത്ത് ചെയ്യണം, SPD പറഞ്ഞാൽ ACDയും DCDയും കൊണ്ടുകൊണ്ടു വരും, പിന്നെ പാനൽ സെപ്പറേറ്റ് കൊണ്ടുപോകണം, ലൈറ്റിംഗ് സെപ്പറേറ്റ് കൊണ്ടുപോയി 4 ഫിറ്റ് അടിച്ച് ഒരു 4 കൂടി ഇന്റർ കണക്ട് ചെയ്യണം അല്ലേ? അങ്ങനെ വേണം എന്നാണ് ഇപ്പൊ പുതിയ റെഗുലേഷനകത്ത് അവർ പറയുന്നത്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ചില സ്ഥലത്ത് പാനൽ ചെയ്ത് കഴിഞ്ഞ് വീടിന് ചുറ്റും സ്ഥലം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? തെങ്ങനെ എർത്ത് ഈ 4 എർത്ത് വെച്ച് എങ്ങനെ ഉണ്ടായിരിക്കും? കാരണം ഇപ്പൊ മൈക്രോ ഇപ്പൊ മിക്കവാറും പല വില്ലകൾ പണി അതിനുശേഷം ഇതിനകത്ത് കൊണ്ട് എർത്ത് വിറ്റ് അവിടെ കൊണ്ട് അടിക്കുന്നത്. കാരണം വീട്ടിൽ നിന്ന് ഔട്ടർ വാളിൽ നിന്ന് ഇത്ര മാറി നിൽക്കണം, അവിടെ നിന്ന് ഇത്ര മാറി നിൽക്കണം എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോ നമ്മുടെ തല വലുതാണെങ്കിൽ ഹെൽമെറ്റ് ഇടണ്ടെന്ന് നമുക്ക് ഇതുവരെ എക്സംഷൻ കിട്ടിയിട്ടില്ലല്ലോ. അതില്ല. ഇപ്പൊ അത് കഴിഞ്ഞാൽ ബിറ്റ് കഴിഞ്ഞാൽ പിന്നെ മതിലായിരിക്കും അടുത്തത്. അതിന്റെ ഇടയ്ക്ക് അവിടെ കൊണ്ടിട്ട്, കാരണം നമ്മൾ ഈ പറഞ്ഞ ലോയും എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനും പറ്റില്ല. അതിനിപ്പോ വേറെ ഒന്നും സൊല്യൂഷൻ നമുക്കുണ്ടോ ഇല്ല എന്നുള്ളതാണ് അടുത്തത്. ഇല്ല, നമുക്ക് കാർ പോർച്ചോ അങ്ങനെ എവിടെയെങ്കിലും അത് പോയിന്റ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. സേഫ്റ്റിനെ കോംപ്രമൈസ് ചെയ്തിട്ട് കാര്യമില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്തായാലും ചെയ്യണം. നമ്മൾ എവിടെ നിന്നാലും നമുക്കും കിട്ടുമല്ലോ, അതിന്റെ ഒരു എഫക്ട് നമുക്കും ഉണ്ടാവുമല്ലോ. അതാണല്ലോ കുഴപ്പം അതിനകത്ത്. ഏതാ? എർത്തി ഇൻ കേസ് എന്തൊരു ലൈറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എർത്തി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭിത്തി, കാരണം പെരയോട് ചേർന്നായിരിക്കുന്നെങ്കിൽ നമ്മൾ പെരയിലേക്ക് ഇതിന്റെ എഫക്ട് വരുന്നതാണ് പറയണത്. ക്രാക്കിംഗ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സെക്കൻഡറി സർജ് ആണ് SPD പ്രിവെന്റ് ചെയ്യണത്. നമുക്ക് അങ്ങനെ വരുന്ന ഇപ്പൊ നമ്മുടെ ഒരു ലൈറ്റ് സർക്യൂട്ടിന്റെ അടുത്ത് കൂടി ഈ ഒരു ലൈറ്റ്നിങ്ങിന്റെ കണ്ടക്ടർ കൂടി കണ്ടക്ട് ചെയ്തു പോകുന്ന സർജിന്റെ ലൈറ്റ്നിങ്ങിന്റെ കാരണം നമ്മുടെ മറ്റ് എക്യുപ്മെന്റിൽ ഉണ്ടാകുന്ന സർജിനെയാണ് നമ്മൾ ഈ SPD വഴി നമ്മൾ എർത്ത് ചെയ്ത് കളയുന്നത്. അതൊക്കെ പക്ഷെ മെയിൻ ലൈറ്റിംഗ് അറസ്റ്റിന്റെ ഒരു ബിറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ടല്ലോ, അവിടെ നമുക്ക് ഇത് വരാമല്ലോ. അതുണ്ട്, എന്തെങ്കിലും എർത്തിങ്ങിന് പോയിന്റ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതിനെന്തെങ്കിലും ഷോർട്ട് മെത്തേഡോ എന്തെങ്കിലും ഉണ്ടോ? അതാണ് എന്തെങ്കിലും മീൻസ് കെമിക്കൽ എർത്തിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഒരു കവറില് മണ്ട അതിനകത്ത് കുത്തി വെച്ചേക്കുന്ന ഒരു ഫോട്ടോ കണ്ടിരുന്നു. സേഫ്റ്റിക്ക് ഷോർട്ട് കട്ട് ഇല്ല സർ. കാരണം ഒരു ഇതിനകത്ത് തന്നെ പ്രമിസസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് സ്ഥലത്തിലായിരിക്കും, ചിലപ്പോൾ 3 സെന്റിലായിരിക്കും ഒരാൾ വീട് വെക്കണം. അതിനുശേഷം ഇത്ര എർത്ത് ബിറ്റ് അടിക്കണം, 4 എർത്ത് ബിറ്റ് അടിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ സാറേ? നമ്മള് ഈ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീനെ നമ്മുടെ ശത്രുവായിട്ട് കാണുന്ന നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ KSEB ഇത് പറയണത് നമുക്ക് വേണ്ടിയാ. KSEBക്ക് ഷോക്ക് അടിച്ചെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും പോകാനില്ല. പക്ഷെ ഇതൊക്കെ ഇൻസിസ്റ്റ് ചെയ്യണത് എല്ലാവരും സേഫ്റ്റിക്ക് വേണ്ടി. ഇപ്പൊ ഹെൽമെറ്റ് വെച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസുകാരനെ ചീത്ത വിളിക്കും. പക്ഷെ ഹെൽമെറ്റ് വെക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്.
വീട് പണിയണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇപ്പൊ സെപ്റ്റിക് ടാങ്ക് പണിയുണ്ട്, വെള്ളം കുടിക്കുന്ന ടാങ്ക് നമുക്ക് വെക്കാൻ സ്ഥലമുണ്ട്, ഈ പറഞ്ഞ മറ്റേ വെള്ളം കളക്ട് ചെയ്യാനായിട്ട് സംഭവം പണിയാൻ സ്ഥലമുണ്ട്, മറ്റേ സുവേജ് വാട്ടർ കളക്ട് ചെയ്യാൻ സ്ഥലമുണ്ട്. എർത്തിങ് ഇത്ര നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ എന്താ പറയാ നമ്മള് ഓക്കെ നമ്മള് സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് അത് കാണാത്തത്. ഈ ചോദിക്കട്ടെ, ആ പറഞ്ഞു. അത് ഡി സി സൈഡിൽ എ സി സൈഡിൽ നമ്മള് SPD സെപ്പറേറ്റ് 2 എർത്ത് കൊണ്ടുപോകണമെങ്കിൽ ഒറ്റ പൈപ്പ് കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ, അതോ തനി തന്നെ കൊണ്ടുപോകണോ? അത് എർത്തിങ്ങിലേക്ക് ഫിറ്റിലേക്ക് കൊണ്ടുപോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒരേ പൈപ്പിൽ കൊണ്ടുപോയെന്ന് വെച്ച് കുഴപ്പമില്ല. 2 ഫിറ്റ് ഉണ്ടായാൽ മതി അല്ലേ? ഫിറ്റ് ഉണ്ടാണോ അതിന് തമ്മിൽ ഇപ്പൊ ഇപ്പോഴത്തെ കണക്ക് ഇപ്പൊ ബെനിച്ചേട്ടൻ പറഞ്ഞ കണക്ക് വരുവാണെങ്കിൽ 4 ഫിറ്റ് ആവും. അതൊന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരുന്നു സാറേ. ബെന്നി സാറേ, അല്ല ഏകദേശം കൺഫേം ആണ്, അത് സംഭവം ഉറപ്പാണ്. കാരണം അവര് ഇവര് റിലേറ്റീവ് വന്നിട്ട് ഒരു സൈറ്റിൽ അവര് ടെസ്റ്റ് ചെയ്യാതെ പോയെന്ന് പറഞ്ഞു. അത് കാരണം ഇതാണ്, 4 എർത്തായി എന്താണെങ്കിലും അത് അതിലോട്ട് നമുക്ക് പോകേണ്ടി വരും. ഒരുപക്ഷെ 2 എർത്ത് കൊണ്ട്, നല്ല എർത്താണ് 2 എർത്ത് കൊണ്ടൊക്കെ ഒരുപക്ഷെ നമുക്ക് ഇത് കവർ ചെയ്തേനെ. പക്ഷെ അല്ല 3 വേണം സാർ. അല്ല 3 വേണം, 3 അനേർട്ടിന്റെ എന്തായാലും വേണം. സാധാരണ കണ്ടാക്കി 4 അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്നൂടെ നമുക്കൊന്ന് ചോദിച്ചു നോക്കായിരുന്നു. നമുക്കിപ്പോ ഈ ആളുകൾ ഈ ചെറിയ കാരണം ഒരു അഡീഷണൽ എർത്തിങ് വരിക എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അതുപോലെ കൂടും. കുഴപ്പമില്ല. ഇപ്പൊ മരുഭൂമിയിലൊക്കെ പോയി എർത്ത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-20,000 മീറ്റർ ഒക്കെ പോയാലേ ചിലപ്പോ എർത്ത് കിട്ടുള്ളൂ. അല്ല, അതിനാണ് നമ്മൾ ഈ കെമിക്കൽ ഉപയോഗിക്കുന്നത്. എവിടെ വേണമെങ്കിൽ എവിടെ ഹോൾ ഇട്ടാലും അവിടെ നമ്മൾ ഇത് കെമിക്കൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ കട്ട് എർത്തിങ് കിട്ടും. ടെസ്റ്റ് ചെയ്യാനും പറ്റും നമുക്ക്. ഈ അടുത്തടുത്ത് 2 എർത്തിങ് ഉണ്ടെങ്കിൽ ഭൂമിയുടെ അടി ഒരെണ്ണത്തിൽ നിന്നുള്ള ലൈറ്റ്നിങ് അറസ്റ്റിന്റെ എർത്ത് ഭൂമിയുടെ അടി കൂടെ സ്പൈക്ക് ആയിട്ട് അടുത്ത എർത്തേക്ക് കയറിയിട്ട് നമ്മുടെ എക്യുപ്മെന്റ് കംപ്ലൈന്റ് വരുമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈക്വി പൊട്ടൻഷ്യൽ ചെയ്യണേ, മോളിൽ തന്നെ നമ്മൾ അത് ഷോർട്ട് ചെയ്യുവാണല്ലോ. പിന്നെ ഈ എർത്തിങ്ങിന്റെ ഇന്റർകണക്ഷൻസ് മുഴുവൻ ത്രൂ വെൽഡിംഗ് ആണ്. ആ വെൽഡിംഗ് പ്രോപ്പർ അല്ലെങ്കിലും കണ്ടിന്യൂറ്റി കിട്ടാതെ വരും. ഈക്വി പൊട്ടൻഷ്യൽ ചെയ്യുന്നത് എന്താ മനസ്സിലായില്ല. ഈക്വി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാ എർത്തുകളും തമ്മിൽ കണക്ട് ചെയ്യാം, ബാലൻസ് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ടാങ്കുകളും തമ്മിൽ ഒരു പൈപ്പ് ഇട്ട് കണക്ട് ചെയ്യണ പോലെ തന്നെ എല്ലാ എർത്തുകളും തമ്മിൽ ഒരു പൈപ്പ് ഇട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടാങ്കിലെയും വെള്ളം ഒരുപോലെ നിൽക്കണ പോലെ എല്ലാ എർത്തിലെയും വാല്യൂ ഒരേപോലെ ആയിരിക്കും. ഈ ഗ്രിഡ് എർത്തിങ് ഇതിന് അപ്ലിക്കബിൾ ആണോ അത് അലൗഡ് ആണോ? അല്ല, ഇപ്പോഴത്തെ നമ്മുടെ ചെറിയ കേസുകളിൽ ഗ്രിഡ് എർത്തിങ്ങിന്റെ കാര്യമില്ല, ആവശ്യമില്ല. റൂഫ് ടോപ്പ് സിസ്റ്റംസിൽ ഗ്രിഡ് എർത്തിങ്ങിന്റെ ആവശ്യമില്ല. ഈ 4 എർത്ത് വേറെ വേറെ ഉണ്ടാക്കുന്നേക്കാൾ നല്ലതായിരിക്കും ഒരുപക്ഷെ ഗ്രിഡ് എർത്തിങ്. ഗ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്ന എർത്തിങ്ങിനെ തമ്മിൽ ലൂപ്പിന് പകരം 2 വയറും കൂടി കൂടുതൽ കണക്ട് ചെയ്യണതിനാണ് ഈ ഗ്രിഡ് എർത്തിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഹലോ 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 ഗ്രിഡ് എർത്തിങ്ങിൽ കണ്ടിട്ടുള്ളത് മറ്റേ കുറച്ച് താഴ്ത്തിയിട്ട് ഒരു വല പോലെ കമ്പി കൊണ്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് എർത്ത് ചെയ്യുന്നതാണ് ഗ്രിഡ് എർത്തിങ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ബേസിക്കലി എന്താ, ഈ എല്ലാ എർത്തിങ്ങിനെയും ഒരു പോയിന്റിന് പകരം ഇപ്പൊ ലൂപ്പ് എർത്തിങ്ങിൽ 2 പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് പകരം നമ്മൾ ബാക്കിയുള്ള നെറ്റ്വർക്ക് എന്തോരം ഉണ്ടോ ആ നെറ്റ്വർക്കിൽ നിന്നെല്ലാം കണക്ഷൻ ഇതിനകത്തേക്ക് തമ്മിൽ വരും. അതാ ഇപ്പൊ നമ്മള് ഒരു സ്റ്റഡില് 2 സൈഡിലേക്കും എർത്ത് പോണതിന് പകരം പ്ലസ് പോലെ ഇത് പോകും. അതാണ് ഗ്രിഡ് എർത്തിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തമ്മിൽ എല്ലാം ഇതിനെയും മൾട്ടിപ്പിൾ പോയിന്റ് വെച്ച് ഇന്റർകണക്ട് ചെയ്യുക. ഒരു വല എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഗ്രിഡ് വർക്ക് ചെയ്യണം.
ബെന്നി സാർ, മാർക്കറ്റിൽ കിട്ടിയിരിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? നമുക്ക് എർത്തിങ്ങിനോട് ബന്ധപ്പെട്ടും അതേപോലെ MCB SPD അതിനെ കുറിച്ചൊക്കെ ഫേസ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ. നമുക്ക് ഈ SPD പോകാതെ ഇൻവെർട്ടർ പോയ പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് 320യുടെ SPD മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഒരു കാര്യം. പിന്നെ നമ്മൾ നേരത്തെയൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ഇത് വലിയ എർത്ത് 3 മീറ്ററൊക്കെ 2.5 ഇഞ്ചിന്റെ പൈപ്പ് 3 മീറ്ററൊക്കെ താത്തി നമ്മൾ ചെയ്തിരുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള പ്രൊജക്ടുകൾക്കൊന്നും നമുക്ക് ഇപ്പോഴും നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ റാഡ് എർത്തിങ് 4 അടിയുടെ റാഡ് എർത്ത് വന്നതോടുകൂടിയാണ് ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്നത്. 2-3 വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഇതിന്റെ ഒരു പ്രശ്നം കാണുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ 280 അല്ലെ ഇങ്ങനെയുള്ള SPD ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ടൈപ്പ് 1+2 SPD ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എക്യുപ്മെന്റ്സ് ഒന്നും പോകുന്ന കാണാറില്ല. നമ്മള് ഈ SPD ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യത്തിലാണല്ലോ കൂടുതൽ പിശുക്കുന്നത്. അതുകൊണ്ട് നമ്മളും അതിനകത്ത് പല രീതിയിൽ പല നോക്കിക്കഴിഞ്ഞപ്പം ആദ്യമേയൊക്കെ നന്നായിട്ട് എർത്ത് ചെയ്തെടുത്ത് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ റാഡ് എർത്തിങ്ങിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കും കുറച്ചൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ കണ്ടു വന്നത്. അപ്പൊ അത് നമ്മൾ വീണ്ടും എർത്ത് സ്ട്രോങ് ആക്കുക എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ട് നമുക്ക് ഒരു രീതിയിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമ്മൾ ഒരു ഇപ്പോഴൊക്കെ ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തന്നെ ടാറ്റയുടെ പൈപ്പ് ഒരു 3 മീറ്റർ താത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കസ്റ്റമറെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്ന രീതിയുണ്ട്. അതിന്മേ കസ്റ്റമറോട് ഈ എർത്ത് അതിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് അത് കസ്റ്റമറെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പം ഇനി നമ്മൾ പ്രൊജക്ട് ചെയ്തതിന് ശേഷമാണെങ്കിലും നമ്മൾ കസ്റ്റമറെ കൊണ്ട് ഇങ്ങനെ എർത്തുകൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം വീട്ടിലെ എക്യുപ്മെന്റ്സ് മറ്റുള്ള സംഭവങ്ങളും കവർ ആയിക്കോളും, പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് അപ്പൊ നമ്മളെ വാസ്തവത്തിൽ നമ്മുടെ എക്യുപ്മെന്റ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പറയുന്നത്. പക്ഷേ ഇത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പലരും പല കസ്റ്റമേഴ്സ് ഇപ്പൊ അങ്ങനെ ചെയ്യും. നമ്മളൊന്ന് പേടിപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്. കാരണം ഇത് ഇത്രയും എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഇനി ആകെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി എർത്ത് സ്ട്രോങ് ആയിട്ട് കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഒരു 3 മീറ്റർ കുഴി അടിപ്പിച്ച് അതുപോലെ ഒരു വലിയ എർത്ത് റാഡ് ഇടുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യം വരില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ ലൈറ്റ്നിങ് മാത്രമാണ് നമ്മുടെ ഈ പ്രത്യേകിച്ച് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണുന്നത്. ലൈറ്റിങ്ങിൽ ഒരു കുഴപ്പമില്ല ഈ ഒരു സമയത്ത് എല്ലാവരും. കാരണം ഓരോ വർഷം ചെല്ലുന്നതും നമ്മുടെ കേരളത്തില് ലൈറ്റ്നിങ് കൂടി വരുന്നുണ്ട്. അപ്പം അതിന് നമ്മള് ഈ പറഞ്ഞ നമ്മള് ലൈറ്റിങ്ങിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പൊ അത് കസ്റ്റമറെ കൊണ്ടാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ട് എർത്ത് ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കാര്യം. ഞാൻ പല പ്രൊജക്ടുകളും ഈ 3 മീറ്റർ പൈപ്പ് എർത്തിങ് നടത്തിയിട്ടുണ്ട്. അത് നമ്മള് GI പൈപ്പ് ഇട്ട് എർത്തിക്കണം. പക്ഷെ അവിടെ ഒന്നും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അത് എന്നെ സംബന്ധിച്ച് ഒരു കുറെ പ്രൊജക്ടുകൾ അങ്ങനെ അവിടെ ഒന്നും. പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തൊക്കെ നമ്മൾ ഈ റാഡ് എർത്തിങ്ങിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കംപ്ലൈന്റും കണ്ടിട്ടുണ്ട്. അപ്പോൾ സാർ ഒരു സംശയം, 3 എർത്ത് ബിറ്റ് അടിക്കേണ്ടി പറഞ്ഞില്ല നമ്മള്. ആ 3 എർത്ത് ബിറ്റ് ഒന്ന് ലൈറ്റ്നിങ്ങിന്, ഒന്ന് പാനൽ എർത്ത്, പിന്നെ അടുത്ത എർത്ത് ഏതായിരിക്കും? ACDC ചേർത്തിട്ടുള്ളതായിരിക്കും. എന്തോ 3 എർത്താണല്ലോ നമ്മളിപ്പോ നിലവിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ലൈറ്റ്നിങ് അറസ്റ്റർ എന്നുള്ളത്, ഒന്ന് പാനൽ എന്നുള്ളത്. മൂന്നാമത്തെ നമ്മള് SPD എർത്ത് ചെയ്യാണല്ലോ. SPD എർത്ത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ACDയും DCDയും ചെയ്യാറുണ്ടല്ലോ. നമ്മള് ഇൻവെർട്ടറിന്റെ ബോഡി സൈഡ്, അതുപോലെ നമ്മുടെ മറ്റേ ജംഗ്ഷൻ അറേ ബോക്സിന്റെ മെറ്റലാണെങ്കിൽ മീറ്ററിന്റെ ബോക്സുകളൊക്കെ നമ്മൾ എർത്ത് ചെയ്യണല്ലോ. അല്ല, എർത്ത് പിറ്റിലേക്ക് പോകുന്ന കാര്യം ചോദിക്കുന്നു. എർത്ത് പിറ്റിലോട്ട് പോകുന്നോ? 3 എർത്ത് പിറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒന്ന് പാനലിൽ നിന്ന് വരുന്നതാണല്ലോ, സോളാർ പാനൽ എന്നുള്ളത്. അടുത്തത് മറ്റേ ലൈറ്റ്നിങ് അറസ്റ്റർന്ന്. പിന്നെ വരുന്നത് ACയും DCDയും SPD എർത്താണോ ഉദ്ദേശിക്കുന്നത്? ചോദിക്കുന്നത് SPD ഇപ്പൊ വരുന്ന എർത്തിനകത്ത് പുതിയ പറഞ്ഞതിനകത്ത് ഓരോ SPDയും തനിച്ചായിട്ട് എർത്ത് ചെയ്യുക. പിന്നെ നമുക്ക് AC സൈഡിൽ നിന്ന് എർത്ത് ചെയ്യുക. പിന്നെ പാനല് എർത്ത് ചെയ്യുക. അങ്ങനെ 4 എർത്താണ് പുതിയ റെഗുലേഷനകത്ത് അവർ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ലൈറ്റ്നിങ്ങോ? എന്തോ ലൈറ്റ്നിങ്ങോ? അപ്പോ ലൈറ്റ്നിങ്ങിന് വേറെ എർത്ത് ചെയ്യുന്ന ചിലപ്പോൾ ഇനിയിപ്പോ അതും അറിയത്തില്ല.
ലൈറ്റിങ്ങിന് ചിലപ്പോൾ അപ്പൊ അതൊന്നും അഞ്ചായില്ലേ? നമുക്കിപ്പോ പറഞ്ഞ AC സൈഡ് AC SPD എർത്ത് ചെയ്യണം, DC SPD എർത്ത് ചെയ്യണം, പിന്നെ പാനലുകള് സ്ട്രക്ചർ എല്ലാം കൂട്ടി അത് എർത്ത് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടർ ബോഡി മറ്റുള്ള മെറ്റൽ ബോഡി ആയിട്ടുള്ള അതെല്ലാം അവിടെ എർത്ത് ചെയ്യണം. ഇതാണിപ്പം ഒരു അങ്ങനെ ചെയ്യണമെന്നാണ് ഇവർ പറഞ്ഞത്. ഈ ലൈറ്റിങ്ങിന് നമുക്ക് വേറെ ഒരു പ്രവർത്തനം ചെയ്യേണ്ട വരുമായിരിക്കും. അല്ല, നിലവിലിപ്പോ നമ്മൾ എങ്ങനെ ചെയ്തോണ്ടിരിക്കണേ? നിലവിൽ ഇപ്പത്തെ സിസ്റ്റത്തില് ഞങ്ങളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ലൈറ്റിങ്ങിന് ഒരു എർത്ത്, അതുപോലെ തന്നെ AC സൈഡും DC സൈഡും ഒരേ എർത്താണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ പാനലർത്തോ? സോളാർ പാനലിന്റെ പാനൽ എർത്തും അത് DC സൈഡിലോട്ട് തന്നെ വരും. DC സൈഡിൽ നിന്ന് പാനലും ഒന്നിച്ചായിരുന്നു. സർ, ഒരു സംശയം. ഈ എർത്തിങ്ങിൽ നമ്മൾ കോപ്പർ കമ്പി ഉപയോഗിക്കുന്നതും സാധാരണ കോപ്പർ കേബിൾ ഉപയോഗിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? രണ്ടും തമ്മിൽ ഏതാണ് ബെറ്റർ ഉപയോഗിക്കുന്നതിൽ? രാവിലെ രണ്ടും അതിനകത്ത് പറയാനില്ല, സ്പെസിഫൈ രണ്ടും വ്യത്യാസം ഉണ്ടായിട്ട് കാണിക്കാനില്ല. കമ്പിയും ഇതായിട്ട് രണ്ടിന്റെയും കണ്ടക്ടിവിറ്റി സെയിം ആണ്. അല്ല, ഇത് ഇൻസുലേഷൻ ആണോ ഉദ്ദേശിച്ചത്? ഇൻസുലേറ്റർ കണ്ടക്ടർ ആണോ അതോ ബെയർ കണ്ടക്ടർ ആണോ? അതെ, ഇൻസുലേറ്റ് ചെയ്ത സാധാരണ നമ്മളെ കേബിൾ. അതിന്റെ ആവശ്യമില്ല, ബെയർ കണ്ടക്ടർ അല്ലേ, ഭൂമിക്കടി കൂടെ പോകുന്നതല്ലേ. ബെയർ കണ്ടക്ടർ മതി. അതുകൊണ്ട് അതല്ലേ, അപ്പൊ നമ്മളെ കേബിൾ ഉപയോഗിക്കുന്ന വലിയ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല. ഇല്ല. കേബിൾ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് കേബിൾ. അതെ, അതിന് മാത്രമായിട്ട് കേബിൾ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. നമ്മളിപ്പോ എർത്ത് വയർ ഇടുന്നത് പാനലിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇൻസുലേറ്റഡ് കേബിൾ ഇൻസുലേറ്റഡ് കേബിൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. അപ്പൊ പറഞ്ഞിരുന്നത് ബെയർ കോപ്പറിന് ഇപ്പൊ മാർക്കറ്റിൽ റിക്വയർമെന്റ് കുറവായത് കാരണം അതിന് വില കൂടുതലാണ്. അതിന് വരെ ഇൻസുലേറ്റഡ് അതേ കപ്പാസിറ്റി ഉള്ളതിന് അതിനേക്കാൾ വില കുറവാണ്. അതുകൊണ്ട് അങ്ങനെ വരില്ലല്ലോ സാറേ, ആ വില എങ്ങനെയായാലും അങ്ങനെ വരില്ല. കാരണം അത് വെച്ചല്ലേ അവരത് മാനുഫാക്ചർ ചെയ്യണത്. മാർക്കറ്റിൽ റിക്വയർമെന്റ് ഇട്ട് കഴിയുമ്പോൾ എന്തായാലും കോസ്റ്റ് കൂടും. മാർക്കറ്റിൽ വില കുറവായിരിക്കുള്ളൂ എപ്പോഴും. ഇല്ല, മാർക്കറ്റിൽ റിക്വയർമെന്റ് ഇല്ല. അങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇല്ല, മാർക്കറ്റിൽ ഉണ്ട്, അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതുപോലെ എന്റെ ഗേജ്, എത്ര ഗേജ് ഇടേണ്ടത് എർത്തിങ്ങിന്റെ? ബേസിക്കലി നമ്മുടെ കണ്ടക്ടറിന് അനുസരിച്ചാണ് എർത്തിങ്ങിന്റെ ഇത് വരാറ്. അതായത് നമ്മുടെ ഒരു 5 കിലോ വാട്ടിനൊക്കെ എത്ര ഗേജ് ഉള്ള ഇതായിരിക്കും എർത്തിങ് കൊടുക്കേണ്ടത്? 4 അല്ലെങ്കിൽ 6 ഇട്ടാ മതിയോ ബോഡി എർത്തിങ്ങിന് വേണ്ടി? ലൈറ്റ്നിങ്ങിന് സൈസ് വ്യത്യാസമുണ്ട്. ലൈറ്റ്നിങ്ങിന് എത്രണ്ടേ വരുന്നത്? ലൈറ്റ്നിങ് 50 സ്ക്വയർ mm ഏരിയ വേണം ലൈറ്റ്നിങ് കണ്ടക്ടറിന്, ഡൗൺ കണ്ടക്ടറിന്. അല്ല, എന്റെ കേബിളിന്റെ ഗേജ് ആണ് ചോദിച്ചത്. ലൈറ്റ്നിങ്ങിന് കേബിൾ ഇടാറില്ല, പട്ട അല്ലെങ്കിൽ ലൈറ്റ്നിങ് ഡൗൺ കണ്ടക്ടർ ഇടാറ്. ഫ്ലാറ്റ് ആണ് 25/6. 25/6 ഫ്ലാറ്റ് വേണം. അല്ലെങ്കിൽ കോപ്പർ ഫ്ലാറ്റ് ആണെങ്കിൽ 25/3. ഇല്ല, നമ്മള് 50 സ്ക്വയർ mm ആണ് മിനിമം കപ്പാസിറ്റി അതിനകത്ത് സ്പെസിഫൈ ചെയ്തേക്കുന്നത് IEC സ്റ്റാൻഡേർഡിൽ. ഡൗൺ കണ്ടക്ടറിന്റെ അലൂമിനിയം ഇതിന്റെ എക്സൽ എർത്തിങ്ങിന്റെ ഒക്കെ ഡൗൺ കണ്ടക്ടർ എർത്തിങ്ങിന് വേണ്ടി വരുന്നതെല്ലാം 50 സ്ക്വയർ mm. 150 സ്ക്വയർ mm 150 3 മതി. സാധാരണ 25/6 ആണ് വലിയ പ്രൊജക്ടുകൾക്ക് ഉപയോഗിക്കാറ്. അതെ, പിന്നെ ഇറ്റ് ഡിപ്പെൻസ്. നമ്മുടെ എക്യുപ്മെന്റ് അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 50/8 അങ്ങനെ ഉള്ള ഹയർ ഗ്രേഡിലേക്ക് കൊടുക്കേണ്ടി വരും എർത്തിങ്ങിന്. 11 kV വരികയാണെങ്കിൽ അതിൽ കൂടുതൽ വരും. നോർമലി 25/6 GI അല്ലെങ്കിൽ 25/3 കോപ്പർ. ഈ എർത്ത് പിറ്റുകൾ നമ്മൾ ഇന്റർ കണക്ട് ചെയ്യുമ്പോഴേ നമ്മള് കോപ്പർ ഇട്ടിട്ട് അതിന്റെ തലക്കിൽ സോക്കറ്റ് ക്രിംപ് ചെയ്തിട്ട് ലിങ്ക് ചെയ്താൽ മതിയാവോ? 10 സ്റ്റെബിലൈസർ കോപ്പർ എങ്ങനെ ഇട്ടിട്ട് മതി. ക്രിംപ് ചെയ്ത് കൊടുത്താൽ മതി. ക്രിംപ് ചെയ്തിട്ട് അത് മറ്റേ റിംഗ് ടൈപ്പ് സോക്കറ്റ് ഇട്ടിട്ട് അത് ടൈറ്റ് ചെയ്താൽ മതി.
മതിയല്ലേ? പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള SPD, അതുപോലെ തന്നെ MCB, ഐസൊലേറ്റർ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇട്ടേക്കാവോ? നമ്മളിപ്പോ ഇത്രയും നാളും ചെയ്തതിനകത്ത് സാൽസർ ഉണ്ട് ഐസൊലേറ്ററിൽ, ABBയുടെ OTDC എന്ന് പറഞ്ഞ ഐസൊലേറ്റർ ഉണ്ട്, MCBയിലെ ABBയുടെ MCB ഉണ്ട്, DC MCB, സ്നൈഡറിന്റെ MCB ഉണ്ട്, ഈട്ടന്റെ MCB ഉണ്ട്. ഇത് മൂന്നും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ചെറിയ സിസ്റ്റത്തിൽ 220 വോൾട്ട് DCയുടെ MCB ഉണ്ട്, അത് C&S ഉണ്ട്. ഇത്രയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിൽ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആയിട്ട് തോന്നിയത്. ബാക്കി ടെലർഗോണൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. കോണ്ടാക്ട് പോയിട്ട്, ത്രെഡ് പോയിട്ട് അതിനകത്ത് ആർക്ക് ചെയ്ത് തീ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഞങ്ങൾ അവോയ്ഡ് ചെയ്തു. ചില മേക്ക് ഫീനിക്സിന്റെ SPD നമ്മൾ അവോയ്ഡ് ചെയ്ത റിസൾട്ട് ഇല്ല. പലയിടത്തും സിസ്റ്റം കത്തിപ്പോയിട്ടും ഈ സാധനം അങ്ങനെ തന്നെ നിൽക്കാറുണ്ട്. ഫിനിക്സ് ഒറിജിനൽ ജർമ്മനിയുടെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അതിന് പക്ഷെ 3000-6000 രൂപ ആ റേഞ്ചൊക്കെ ഉണ്ട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇന്ത്യൻ മെയ്ഡ്. അതിനകത്ത് ഗ്രേ കളറിലൊക്കെ ഉള്ളത് തന്നെ അതൊക്കെ ഇന്ത്യനാ. അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും പ്രോപ്പർ ആയിട്ടല്ല. മാസ് മാർക്കറ്റിന് വേണ്ടി കോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ SPD പ്രോപ്പർ അല്ലെങ്കിൽ ഇൻവെർട്ടറിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യില്ലെന്നില്ല എന്നുള്ള പല ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ്? SPD പ്രോപ്പർ ആണെങ്കിലും അല്ലെങ്കിലും സർജ് കാരണം പോയി കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റിനും വാറണ്ടി കിട്ടില്ല. അങ്ങനെയുള്ള കേസുകളൊക്കെ ധാരാളം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഒരു പരിധി വരെ ഇപ്പൊ കുറവ് വരുന്നുണ്ട്. അത് അവരെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? കമ്പനിക്കാരെ ഇൻവെർട്ടർ ഇന്ന പ്രോബ്ലം കൊണ്ടാണ് അല്ലെങ്കിൽ MOV അതിന്റെ ഫ്രണ്ട് എൻഡിലെ DCയിലെ ACയിലെ MOV ഉണ്ട്. അപ്പൊ സർജ് കാരണമാണെങ്കിൽ MOV ആയിരിക്കും ആദ്യം ബ്ലാസ്റ്റ് ചെയ്യുക. അപ്പൊ അതിന് കെയർ ചെയ്യാനുള്ള പ്രത്യേകതകൾ റേറ്റിംഗ് ആണോ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്? റേറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ 280 വന്നത്. 320 ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് നമ്മൾ 280 വോൾട്ടിലേക്കൊക്കെ വരാൻ കാരണം ഇത് തന്നെ SPD പോയത്. MOV ഫെയിലിയർ, ഇൻവെർട്ടർ കത്തിപ്പോയില്, അങ്ങനെയുള്ള ഇഷ്യൂ കാരണം. അപ്പൊ അത് അവർ സർവീസ് ചെയ്ത് തരുവാണോ അതോ എന്താണ് അടുത്ത കണ്ടീഷൻ? കമ്പനിക്കാർ ഇപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ചില ഇൻവെർട്ടറിൽ സെപ്പറേറ്റ് കാർഡായിരിക്കും ഫ്രണ്ട് എൻഡിലുള്ളത്. അതിന് കാർഡ് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരും. ചിലത് ഒറ്റ സിംഗിൾ ബോർഡായിരിക്കും പവർ മോഡ്യൂള്. അപ്പോൾ ചിലപ്പം അതിന്റെ കത്തിയതിന്റെ സൈസ് അനുസരിച്ച് ചിലപ്പം മൊത്തം കാർഡ് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ റിപ്പയർ ചെയ്തിടാൻ പറ്റും. മിക്കവാറും തോളയൊക്കെ വീഴാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. വേറെ ക്വസ്റ്റ്യൻ? ഇന്ന് SPD-യും MCB ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഒരു ഊർജ്ജസ്വലത കുറവാണ്. അല്ല, SPD-യിൽ ഇത്ര നല്ല കമ്പനികൾ ഏതാണ്? ലോകത്തിലെ ലീഡിങ് SPD-യിൽ ഡെൻ ആണ്. ഡെൻ ഇത്തിരി എക്സ്പെൻസീവാണ്. സെക്കൻഡ് തന്നെ സീറ്റല്. പിന്നെ ഉള്ളത് ഫൈൻഡർ, ഫിനിക്സ് ഞാൻ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ ഉണ്ട് അതിനകത്ത്. ഇവരൊക്കെ അതിനകത്ത് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. സീറ്റലും ഡെൻ ആണ് സീരിയസ് ആയിട്ടുള്ള പ്ലേയേഴ്സ്. ഫൈൻഡറും ഉണ്ട്. ഫൈൻഡർ ഇറ്റാലിയൻ ആണ്, അതുണ്ട്. ബാക്കിയെല്ലാം ആരും ബ്രാൻഡ് ചെയ്യണതും ഇൻക്ലൂഡിങ് സ്നൈഡർ, L&T എനിക്ക് തോന്നുന്നു സീറ്റലിന്റെ SPD അവർ ബ്രാൻഡ് ചെയ്യാണ്. സ്നൈഡർ വേറെ ബ്രാൻഡ് ചെയ്യാണ്. അപ്പൊ അതൊക്കെ ഇത്തിരി എക്സ്പെൻസീവാ. ഇതൊക്കെ ആയിരിക്കും സീറ്റലും ഡെന്നൊക്കെ ആയിരിക്കും നല്ലത്. ഈ OBO ബെറ്റർമെൻ ജർമ്മൻ അതെങ്ങനെയുണ്ട്? സോറി, അത് നല്ല പ്രൊഡക്റ്റ്. ഞാൻ അതിനകത്ത് മിസ്സായി പറഞ്ഞു. OBO
OBO നല്ലതാണ്. സ്പെഷ്യലൈസ്ഡ് കമ്പനി OBO. മെർസന്റെ എസ്പീഡി മെർസനും നല്ലതാണ്. മെർസനും അതിനകത്ത് നല്ലൊരു കമ്പനിയാണ്. മെർസൺ നമുക്ക് 320 ആണ് മാർക്കറ്റിൽ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അധികം മെർസൺ എടുക്കാത്തത്. 280 കിട്ടല്ല. Another question. ഇവരല്ല ക്ലാസ്സിൽ കഴിഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞത് എർത്തിങ് ഒന്ന് ക്ലിയർ ആകുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ കമന്റ്സ് ഒന്ന് പറയാമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എർത്തിങ്ങിന്റെ ഒരു ക്ലാസ് കൂടെ അറേഞ്ച് ചെയ്യാം. എർത്തിങ്ങിന്റെ ഒരു ക്ലാസ് വെക്കണം സാറേ. കാരണം എർത്തിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ എത്ര നല്ല SPD വെച്ചാലും അതിനെ ബൈപ്പാസ് ചെയ്ത് കൊടുക്കാനുള്ള ലൈൻ ക്ലിയർ അല്ലെങ്കിൽ SPD പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എർത്തിങ് ഒരു ക്ലാസ് വെച്ച് അതിനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. എനിക്ക് എന്റെ ഒരു റീഡിങ് ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് കണ്ടതിൽ വെച്ച് നോക്കിയിട്ട് ആരും ടെസ്റ്റ് ചെയ്യാറില്ല. പീരിയോഡിക്കലി ഓരോ വർഷം കഴിയുമ്പോഴും അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം, സാറ്റിസ്ഫൈഡ് ആവണം. എർത്ത് വാല്യൂ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ SPD ഫംഗ്ഷൻ ചെയ്തോളും. പ്രോപ്പർ എർത്തിങ് മാത്രം ചെയ്യുക. അപ്പൊ ആ എർത്തിങ്ങിന് ഈ സാറ് പറഞ്ഞ പോലെ ഒരു ക്ലാസ് അങ്ങ് വയ്ക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു എക്സൽ എർത്തിങ്ങിനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്താ എക്സൽ എർത്തിങ് അതെ നല്ല ഒരു ക്ലാസ് ആയിരിക്കും. അത് അവർക്ക് നല്ല ഒത്തന്റിക് ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ആൾക്കാരുണ്ട് അതില്. അതെ അതെ. എന്താണ് എല്ലാവരുടെ അഭിപ്രായം പറഞ്ഞോളൂ, അതനുസരിച്ച് നമുക്ക് ചെയ്യാം, ക്ലാസ് അറേഞ്ച് ചെയ്യാം. നല്ല സജഷൻ ആണ്. എർത്തിങ്ങിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും അതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് എർത്ത് എങ്ങനെയുണ്ട്, എർത്തിന്റെ ഒരു സ്ട്രെങ്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റുന്ന സിമ്പിൾ ടെസ്റ്റുകളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു ക്ലാസ് ചെയ്യുന്നത് നന്നായിരിക്കും. എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, എന്താണ് ടെസ്റ്റിംഗ് എക്യുപ്മെന്റ്, ഇതൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള എക്യുപ്മെന്റേ ഉള്ളൂ. അത് കൊണ്ടുവച്ച് 3 പോയിന്റ് എടുത്തിട്ട് എർത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഈ മെയിൻ്റനൻസ് ഫ്രീ എന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് അഡീഷണൽ വാട്ടർ വെള്ളം വല്ലതും ഒഴിച്ചു കൊടുത്താലും മതി, പണലുണ്ടാവും. അങ്ങനെയുള്ള അഡ്വൈസസ് തരാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാറേ. അതെ സാറേ, എന്റെ അഭിപ്രായം അത് തന്നെയാണ്. എർത്തിങ്ങിന് നമുക്ക് മറ്റൊരു വിപുലമായ ക്ലാസ് തന്നെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കുറെ ഞങ്ങളെപ്പോലുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ തന്നെ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെ ഷെയർ ചെയ്ത നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാല്യുബിൾ ആണ്. ഇനിയും അതിനെ ഡീപ്പായിട്ടുള്ള ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതായിരിക്കും. കണ്ണൻ സാറേ, നമുക്ക് ട്രൈ ചെയ്യാം. ഹലോ സാറേ, എർത്തിങ്ങിന്റെ സമയത്ത് നമുക്കത് വിത്ത് ഡയഗ്രാം വെച്ച് ഒരു ആദ്യം ഇനീഷ്യലി ഒരു ഡയഗ്രാം ഇത് ചെയ്യണമെങ്കിൽ, കാരണം ഇപ്പൊ പ്ലേറ്റ് എർത്തിങ് അല്ലെങ്കിൽ പൈപ്പ് എർത്തിങ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിലിംഗ് ആദ്യം ഒന്ന് പബ്ലിഷ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുറെ കൂടെ എളുപ്പമായി. കാരണം ആൾക്കാർക്ക് ആദ്യം സ്റ്റഡി ചെയ്യാൻ പറ്റും എന്താണ് പൈപ്പ് എർത്തിങ് അല്ലെങ്കിൽ പ്ലേറ്റ് എർത്തിങ്, അതിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമുക്കത് ആദ്യം ഒന്ന് ഒരു ബ്രീഫ് ആയിട്ടൊരു ഫിഗർ പോലെ കാണിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ഫിഗർ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതിനുശേഷം ക്ലാസ് എടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു സജഷനാണ്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരും ഗ്രൂപ്പില് നിങ്ങളുടെ ചോദ്യങ്ങൾ നേരത്തെ ഗ്രൂപ്പിൽ ഇടാനായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ നേരത്തെ തന്നെ ഗ്രൂപ്പിൽ ഇടുവാണെങ്കിൽ ഉള്ളൊരു അഡ്വാൻറ്റേജ്, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ഫാക്കൽറ്റിക്ക് കൊടുക്കാം. അപ്പൊ അവർക്ക് മുന്നമേ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളും അതിനെക്കുറിച്ച് നെറ്റിലോ മറ്റുള്ളിടത്ത് വിവരങ്ങൾ ഒന്ന് ശേഖരിച്ചിട്ട് ക്ലാസ്സിന് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഇതാവും. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ഫസ്റ്റ് ലെവൽ ക്ലാസ് ആണ്. സെക്കൻഡ് ലെവൽ ക്ലാസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോ എല്ലാ സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ക്ലാസ്സിന്റെ കൂട്ടത്തില് ബാക്കിയുള്ള ക്ലാസ് എല്ലാം നല്ല ക്ലാസ് ആയിരുന്നു. എർത്തിങ് മാത്രം നമുക്ക് അത്രയും
അന്ന് നമുക്ക് ഫാക്കൽറ്റിന് അവരുടെ നെറ്റ് അവൈലബിൾ ആയില്ല. അതുകൊണ്ട് വന്നൊരു പ്രോബ്ലമാണ് നെറ്റ് എർത്തിങ്ങിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം വന്ന്. അടുത്തൊരു ക്ലാസ് നമുക്ക് കവർ ചെയ്യാം. വേറെ സജഷൻ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ക്ലാസ്സിന് എങ്ങനെ മാനേജ് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും ടൈം ഈ 3:30 എന്നുള്ളത് 4 മണി ആക്കണോ, അങ്ങനെ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് അതും പരിഹരിക്കാം. ഓരോ പ്രാവശ്യം ക്ലാസ് നമുക്ക് മോഡിഫൈ ചെയ്ത് അതിന്റെ ഒരു പെർഫെക്റ്റ്നെസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു റൈറ്റ് ടൈം ആണെന്ന് തോന്നുന്നു സാറേ. 3:30 എന്നുള്ളത് റൈറ്റ് ടൈം ആണെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, ക്ലാസ് നല്ല ഒരു ടൈമിന് തന്നെയാണ് തുടങ്ങുന്നത്. കാരണം നമ്മൾക്ക് ഈ സ്ട്രെച്ച് ഔട്ട് ചെയ്താൽ ഒരു 5:30ക്ക് അപ്പുറം സ്ട്രെച്ച് ഔട്ട് ചെയ്താൽ ഇച്ചിരി നേരത്തെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അത് നല്ലൊരു ഇതാണ്. ക്ലാസിന്റെ ഇപ്പോഴത്തെ സ്ട്രക്ചർ നല്ലൊരു രീതിയിലാണ് പോകുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. ഈ ടൈം നല്ല ടൈമിംഗ് ആണ്. 3:30 to നല്ല ടൈമാണ് കേട്ടോ. സാറേ ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ എനിക്കൊന്ന് അലോ ചെയ്യണം. രാഹുൽ ഓൾറെഡി കോഹോസ്റ്റ് ആണ്, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ഇത് ഫ്യൂസ് ലൈവായിട്ട് തുറന്ന് ഇപ്പൊ കാണാം. ഇമേജ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണാം. ഓക്കെ, ഇതൊരു ലൈവായിട്ട് ഫ്യൂസ് തുറന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. മാർക്ക് ചെയ്തു. ഇതിനകത്തുള്ള ഫോൾട്ട് MCBയിലേക്ക് വലിയ ലൈനുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10-ന്റെയോ 16-ന്റെയോ വയറാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് നേരിട്ട് MCBയിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ലെഗ് ഇട്ടിട്ടുണ്ട്. ലെഗിന്റെ വിട്ടും കൂടി വന്നു കഴിഞ്ഞപ്പോൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ചൂടായി ആർക്കായത് ഒരു കേസ്. അത് ഇത് ബ്രേക്ക് ആയ ഒരു SPD ആണ്. ഇത് അതിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഇതും ഫ്ലാഗ് ആയിട്ടുണ്ട്. 1, 2 ഈ കത്തിയതും ഫ്ലാഗ് ആയതാണ്. ഇവിടെ റെഡ് കണ്ടില്ലേ, മെർസിന്റെ SPD. അത് ഫോക്കസ് ഔട്ട്. ഇതിനകത്ത് കസ്റ്റമർ ഇപ്പോഴത്തെ പിക്ചർ ഫോക്കസ് ഔട്ട് നടക്കുന്നത്. മേ ബി ലോഡ് ചെയ്യാനുള്ള ഡിലേ ആയിരിക്കും. ഓക്കെ, ഇത് ഒരെണ്ണം. ഈ ഒരു ഇതിനകത്ത് കസ്റ്റമർ കംപ്ലൈന്റ് ചെയ്ത് ഞങ്ങളുടെ അവിടെ സർജ വന്നിട്ടില്ല, വേറെ ഒരു എക്യുപ്മെന്റ് ഒന്നും പറ്റിയില്ല, ഇത് മാത്രം പോയുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം SPD കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പോകേണ്ട സാധനം മാത്രം പോയുള്ളൂ, വേറെ വീട്ടിലൊരു സാധനത്തിനും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് കണ്ടക്ടറും ഗ്രൗണ്ട് തമ്മിൽ ഷോർട്ടായ ഒരു കേസാണ്. ഇവിടെയും രണ്ടാമത് അവര് ബോക്സ് തുറന്നപ്പോ അവിടെ നിന്ന് ആർക്ക് ചെയ്തു. ഈ ഒരു ബോക്സിൽ ഉണ്ടായത് ഇത് ഞാൻ മേക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ടെലർഗോന്റെ ഐസൊലേറ്റർ ആണ്. അവിടെ നിന്ന് ആർക്കിങ് തുടങ്ങിയതാണ്. അപ്പോൾ ഇത് ഇവിടെ തീ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാര് ആദ്യം ചെയ്യാവുന്ന പണി ഫ്യൂസ് തുറക്കലാണല്ലോ എന്ന് വിചാരിച്ചു ഫ്യൂസ് തുറന്നു. അപ്പൊ ഫ്യൂസ് തുറന്നപ്പോ ആ ബോക്സിലും തീ പിടിച്ചു. ഇവിടെ ഓൾറെഡി തീ ഉണ്ടായി. ഞങ്ങൾ തന്നെ കൊടുത്തൊരു ബോക്സാണ്. അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ ഇന്ന മേക്ക് വേണമെന്നോ ഇന്ന മേക്ക് വേണ്ട എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത്. ഇത് ആ ബോക്സ് തുറന്നിട്ടുള്ള ഒരു പടമാണ്. ഇതെല്ലാം തുറന്നേക്കണ ഫ്യൂസുകളാണ്. അതാണ് തീ പിടിച്ചേക്കുന്നത്. ഓക്കെ, വേറെ ഒത്തിരി ഉണ്ട്. നമ്മള് ഒരു കേസ് നമ്മൾ വെറുതെ വിടാറില്ല. ഇങ്ങനെ എന്ത് ഇൻസിഡന്റ് ഉണ്ടായാലും നമ്മൾ അത് എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനകത്ത് നമ്മുടെ പോരായ്മയാണെങ്കിൽ നമ്മളത് അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യാറുണ്ട്. കമ്പോണൻസിന്റെ ഇതിപ്പോ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ടെലർഗോൺ കമ്പനി എനിക്ക് ആ SPD റീപ്ലേസ് ചെയ്ത് തന്നു. പക്ഷെ എനിക്ക് എന്റെ സൈഡിൽ നിന്ന് ആ ബോക്സ് മുഴുവനും പുതിയത് വെച്ച് കൊടുക്കേണ്ടി വന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ചെറിയ SPD കാരണം നമുക്ക് നഷ്ടമായത് അത്രയും ബോക്സും അത്രയും കമ്പോണൻസും നഷ്ടമായി. അത് രാഹുൽ ഫസ്റ്റ് കാണിച്ചത്
പിന്നെ ഒരു ടാഗ് തമ്മിൽ ഷോർട്ട് ആയതാണോ അതോ ഇഷ്യൂ അതോ വേറെ എന്തെങ്കിലും ആണോ? ഒരു സെക്കൻഡ്, ഇതാണോ ആദ്യം പടം കാണിച്ച ആദ്യത്തെ പിക്ചർ ഏറ്റവും ആദ്യം കാണിച്ചത്? അത് ടാഗ് തമ്മിൽ നിയറസ്റ്റ് ആയിരുന്നു അതിന്റെ ഇതാണ് കാണിക്കുന്നത്. ഇതാണ് ആ കേസ് ഞാൻ പറഞ്ഞ നിയറസ്റ്റ് ആയിട്ടുള്ള. ഇത് ഫീൽഡ് അലൂമിനിയം കേബിൾ കൊണ്ടുവന്ന് നേരിട്ട് ടെർമിനേറ്റ് ചെയ്യുമായിരുന്നു ഈ കേസിൽ കസ്റ്റമർ. ഓക്കെ, എപ്പോഴും ഇങ്ങനെ വലിയ കേബിള് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ടെർമിനൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരു കേബിൾ എടുത്തിട്ട് നമ്മുടെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. ആ ടെർമിനലിൽ നിന്ന് വേണം നമ്മൾ ഹയർ കപ്പാസിറ്റി കേബിൾ, ഹയർ സൈസ് കേബിൾ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാനായിട്ട്. നേരിട്ട് ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യാം. സ്പ്രെഡർ നമുക്ക് ഈ ഇതിനകത്ത് അപ്പൊ നമുക്ക് IP20 നഷ്ടപ്പെടും സ്പ്രെഡർ വെക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ട് ടെർമിനലിൽ നിന്ന് എടുക്കുക ചെയ്യാറ്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ കണക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്പാർക്കിംഗ് വന്ന് ഗ്രാജുവലി അത് ബേൺ ആകാൻ സാധ്യതയുണ്ട്. അതെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് നിന്ന് വേറൊരു വയർ എടുക്കും. ഇതേ ഇപ്പൊ നമ്മുടെ കോപ്പർ കേബിൾ ആണെങ്കിൽ ചെറിയ കപ്പാസിറ്റി സൈസ് മതി ഇന്റേണൽ വയറിങ്ങിന് വേണ്ടി. അപ്പൊ അത് ചിലപ്പോ 10 × 6 കേബിൾ ഇട്ടിട്ട് നമ്മൾ നേരെ ഒരു ടെർമിനലിലേക്ക് കൊടുക്കും. വലിയ സൈസ് ഇപ്പൊ മേ ബി 35 സ്ക്വയർ mm ഒരു ടെർമിനലിലേക്ക് കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് നമ്മുടെ ഫീൽഡ് അലൂമിനിയം കേബിൾ ടെർമിനേറ്റ് ചെയ്യും. രാഹുലിനോട് ചോദിച്ചിരിക്കുന്ന കേസ് സ്റ്റഡി ഇൻക്ലൂഡ് ചെയ്യാമോ ഫോർ ഈച്ച് ടോപ്പിക്? ഓക്കെ, ഇതിപ്പം നമ്മൾ ഇന്ന് സംസാരിച്ച പോയിന്റുകളാണ്. ഒരു സെക്കൻഡ്, ഞാൻ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? സ്ക്രീൻ ഷെയറിംഗ് ഇല്ല ഇപ്പൊ. ഓക്കെ, ഈ ഒരു കേസാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചത്. ഓക്കെ, ഇത് അലൂമിനിയം കേബിളാ ഫീൽഡിൽ നിന്ന് വന്ന് എനിക്ക് തോന്നുന്നു 16 × 25 അലൂമിനിയം കേബിളാണ് ഈ നേരിട്ട് MCBയിലേക്ക് ടെർമിനേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ആ ഷോർട്ട് ആവാൻ കാരണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ കേബിൾ ഇപ്പൊ 16 കോപ്പർ കേബിൾ ഇട്ടിട്ട് ഒരു ടെർമിനലിലേക്ക് കൊടുത്തിട്ട് ആ ടെർമിനലിൽ നിന്ന് 35 × 50 ഫീൽഡ് കേബിൾ കണക്ട് ചെയ്യാം. വലിയ ടെർമിനൽ ഇട്ടിട്ട് അതിനകത്ത് കണക്ട് ചെയ്യാം. അതാണ് അതിന്റെ ഏക സൊല്യൂഷൻ. അല്ലാതെ ഇങ്ങനെ നേരിട്ട് MCBയിലേക്ക് ടെർമിനേറ്റ് ചെയ്യരുത്. എത്ര കപ്പാസിറ്റി ഇതാണ് MCB? ഇത് 100 amps ആണ്. 100 amps സ്പ്രെഡർ കിട്ടും അതിന്റെ? MCBയുടെ സ്പ്രെഡർ ഓപ്പൺ ടൈപ്പ് സ്പ്രെഡർ കിട്ടും. സ്പ്രെഡർ കിട്ടിയാൽ സ്പ്രെഡർ വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. നമുക്ക് ഗ്യാപ്പ് ഇല്ല, ടെർമിനൽ തമ്മിൽ ഗ്യാപ്പ് കുറവാണ്. അപ്പൊ അലുമിനിയം ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പ്രെഡർ ഇട്ട് കൊടുക്കണം. സർ, MCCBക്ക് സ്പ്രെഡർ കിട്ടുള്ളൂ, MCBക്ക് സ്പ്രെഡർ ഇല്ല. സ്പ്രെഡർ വരുന്നില്ല? MCCBക്കാണ് സ്പ്രെഡർ വരിക, MCBക്ക് കിട്ടില്ല. ഓ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേത് വഴിയുള്ളൂ. കോപ്പർ എടുത്തിട്ട് അലുമിനിയം ഒരു ടെർമിനലിൽ വെച്ച് വേറെ വെച്ചിട്ട് കൊടുക്കും. അതെ, ടെർമിനൽ ബോർഡ് പോലെ വെക്കണം. അതെ അതെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓരോന്നിന്റെ പ്രോബ്ലം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് രാഹുൽ. സാറേ, ഈ ഫെയിലിയർ ഫോട്ടോസ് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ഞാനിടാം. അതിന്റെ ബ്രാൻഡ് മറച്ചു വെച്ചിട്ടൊന്നും ഇടാൻ പറ്റുമല്ലോ അല്ലേ? കാരണം നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ലെവലിൽ പറയുക അവരെ ഇതാക്കുവാണെങ്കിൽ പിന്നീട് ഗ്രൂപ്പിൽ പിന്നീട് അതൊരു ബുദ്ധിമുട്ടാണ്. അല്ലാതെ തന്നെ പലർക്കും ഗ്രൂപ്പിന്റെ കാര്യത്തിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. സാറേ, എർത്തിങ്ങിന്റെ ക്ലാസ്സിൽ പാനൽ എർത്തിങ് എന്ന് പറഞ്ഞു. ഈ പാനൽ എർത്തിങ് ലൈവായിട്ടൊന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. കാരണം പാനൽ എർത്തിങ്, SPD എർത്തിങ്, അതിനൊരു ചെറിയൊരു ഡെമോ പോലെയാണെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. എർത്തിങ്ങിനെ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും എല്ലാവർക്കും. അത് ഇപ്പൊ ഫിസിക്കലി നമ്മൾ പറയുന്നത് പാനൽ എർത്ത് ചെയ്യാൻ പറഞ്ഞു, അതവിടെ കൊണ്ട് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞു. SPD ഇല്ലെങ്കിൽ ഇൻവെർട്ടർ എർത്ത് ചെയ്യാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ അത്
ലൈവായിട്ട് അല്ലെങ്കിൽ ചെയ്തൊരു പ്രോജക്റ്റ് നമുക്കത് കാണിച്ചിട്ട് അതിന്റെ എർത്തിങ്ങിന്റെ പ്രൊസീജിയർ ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ ലൈവായിട്ടോ അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ടോ എന്തെങ്കിലും ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ബെന്നിച്ചേട്ടൻ അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ബെന്നിച്ചേട്ടാ ഞാനിത് പ്രൊജക്ടിന്റെ എങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യം ഞാനിത് വീഡിയോ ആക്കുകയോ അല്ലെങ്കിൽ ഇത് ആക്കിയെടുക്കാം. അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കട്ടെ, കാരണം അതിനൊരു ഐഡിയ എല്ലാവർക്കും കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ്? ഞാനപ്പം ലീവ് ചെയ്യോ? വേറെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കണം. രാഹുൽ, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. പ്രത്യേകിച്ചും അത് ആ ലൈവ് ഫോട്ടോസ് ഒക്കെ കാണിച്ചത് തീർച്ചയായും ഫീൽഡിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഓരോ പ്രോഡക്റ്റ് ബേസിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുമല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എളുപ്പം മനസ്സിലാകുന്ന ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു രാവിലെ. ഓക്കെ, താങ്ക് യു രാഹുൽ. താങ്ക് യു. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 4 എർത്ത് ബിറ്റ് വേണമെന്ന് പറഞ്ഞല്ലോ. ഇത് ഈ എർത്ത് ബിറ്റ് തമ്മിലുള്ള എത്ര മീറ്റർ ഡിസ്റ്റൻസ് അങ്ങനെ വല്ലതും ഉണ്ടോ? തമ്പി സാറേ കേട്ടായിരുന്നോ? അല്ല, ഇത് ഈ മറ്റേ ബെന്നി സാറ് പറഞ്ഞ പോലത്തെ ഒരു 5 കിലോവാട്ട് അല്ലെ 3 കിലോവാട്ടിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദി സ്പേസ്. അതെ, ഒരു 5 കിലോവാട്ട് അല്ലെങ്കിൽ 10 കിലോവാട്ടിന് താഴെ ഉള്ളതിനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഡിപെൻഡിങ് അപ്പോൺ ദി സ്പേസ് ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു 10 മീറ്റർ 15 മീറ്റർ ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, ബിറ്റ്വീൻ എർത്തിങ്. ഞങ്ങളൊക്കെ സാധാരണ ചെയ്യുന്നത് 2 മീറ്റർ 3 മീറ്റർ ഒക്കെ ആയിരിക്കും മാക്സിമം നമുക്ക് പറ്റുള്ളൂ. കാരണം സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറ്റുള്ളൂ നമുക്ക്. സ്പേസിന്റെ അനുസരിച്ചിരിക്കും. സ്പേസ് പറയുന്നത് അങ്ങനെ ഇത്ര വല്ലതും വേണോന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ആലപ്പുഴയിലെ കേസ് പറഞ്ഞത് അവര് വന്നവര് 3 മീറ്റർ ഡിസ്റ്റൻസ് വേണമെന്ന് മിനിമം 1.5 മീറ്റർ ഡിസ്റ്റൻസ് വേണമെന്നുള്ളതാണ്. ഏറ്റവും മിനിമം അതാണ്. ആലപ്പുഴയിൽ നിന്ന് ഇപ്പം ഇൻസ്പെക്ഷൻ വരുന്ന ആൾക്കാർ 3 മീറ്റർ വേണമെന്ന് പറയുന്നുണ്ടെന്ന് കേട്ട്. അല്ല, അത് നമ്മുടെ KCB എനിക്ക് 1.5 മീറ്റർ ആണെന്നാണ് എന്റെ ഒരു ധാരണ. 3 മീറ്റർ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് 3 മീറ്റർ 4 എർത്താകുമ്പോഴത്തേക്കും 12 മീറ്റർ വരും. 12 മീറ്ററിനുള്ള സ്പേസ് സാധാരണ ഒരു 5 സെന്റിൽ ഇരിക്കുന്നത്. നമ്മള് മീറ്റർ റെക്ടാംഗിൾ ആയിട്ട് കൊടുത്താലും മതി. അതെ, അല്ലാതെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ലൈനായിട്ട് പോകണമെന്നില്ലല്ലോ. അല്ല, അത് ഒരു വീടിന്റെ സാഹചര്യത്തിലേ നമ്മൾ അതിനനുസരിച്ചാ, സ്പേസ് അനുസരിച്ചാണ് അത് മാറ്റേണ്ടത്. എത്രയും നീളം കൂടി കിട്ടുന്നോ എർത്തിങ് എഫക്ട് ഏറ്റവും കൂടുതൽ എങ്ങനെയാ കിട്ടുന്നു. 10 മീറ്റർ വരെയൊക്കെ കൊടുക്കാറുണ്ട് പലയിടത്തും. അത് ഏരിയ ഉള്ളിടത്ത്, സ്പേസ് ഉള്ളിടത്ത്. എർത്തിങ്ങിന്റെ കാര്യത്തില് ക്വസ്റ്റ്യൻസ് ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഇടുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം, ഈ കുറച്ചു പേരൊക്കെ ക്ലാസ്സിന് വരുന്നുള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വീഡിയോ കൊടുക്കുന്നതുകൊണ്ട് പലരും ക്ലാസ്സിൽ നിന്ന് ഒഴിവായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ വിചാരിക്കുന്നു ഇപ്പം വീഡിയോ കൊടുക്കുന്നതൊന്ന് നിർത്തിയാലോ എന്ന് ആലോചിക്കുന്നു. കാരണം കൂടുതൽ പേരുണ്ടെങ്കിൽ ഫാക്കൽറ്റിക്കും കൂടുതൽ ഇതാവുള്ളൂ ക്ലാസ്സിനൊക്കെ വരുമ്പോൾ എടുക്കാൻ വരുമ്പോൾ. അതും അങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ എന്തൊക്കെയാണ് ഉള്ളത്, പിന്നെ നമുക്ക് അടുത്ത ആഴ്ചത്തെ സബ്ജക്റ്റിന്റെ വിഷയങ്ങള്, അതിൽ സംശയം ഉണ്ടാകുന്ന ചോദ്യങ്ങൾ നേരത്തെ ഒന്ന് ഗ്രൂപ്പിൽ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അവർക്ക് പ്രിപ്പയർ ചെയ്ത് വരാൻ സാധിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഓരോന്നിന്റെയും അത് പ്രോഡക്റ്റ് കാണിക്കാനുള്ള ഒരു കാര്യങ്ങളും കൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അടുത്ത ക്ലാസ് ലിഥിയം ബാറ്ററി ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഓഫ് ഗ്രിഡിന്റെ നോക്കുന്നുണ്ട്. നമുക്ക് ഫാക്കൽറ്റിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അതൊന്ന് തീരുമാനിക്കണം. ലിഥിയം ബാറ്ററിയുടെ അത് നമുക്ക് കൂടുതലായിട്ടുള്ള ഏതെങ്കിലും കമ്പനി ആളെ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് നമ്മൾ ട്രൈ ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ഓഫ് ഗ്രിഡിന്റെ ആയിരിക്കും ക്ലാസ് വെക്കുക. അത് ഫാക്കൽറ്റിയുടെ വന്ന അവൈലബിലിറ്റി 2 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും. അതനുസരിച്ചായിരിക്കും നമ്മളത് ചെയ്യുക. വേറെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു പ്രസന്റേഷൻ നൽകിയ എല്ലാ ക്ലാസ് എടുത്തവർക്കും വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇവർക്ക് അടുത്ത തവണ ഇനിയും കൂടുതലായിട്ട് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ സാധിക്കുന്നത്.
ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ഫാക്കൽറ്റീനെ ഒന്ന് ഇത് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. കാരണം അവർ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. നമുക്ക് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യണം, അത് ക്ലാസ് എടുക്കണം. അപ്പൊ അവർ അതിന്റെ അഭിനന്ദനം അർഹിക്കുന്നു. നിങ്ങളെ കമന്റ്സ്, ബാക്കി കമന്റ്സിലൂടെ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, എന്നാ നമുക്ക് തംസാർ ഇന്ന് നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. അതിനെ സംബന്ധിച്ചൊക്കെ തംസാറിന്റെ ഒരു വലിയ പ്രോജക്റ്റ് ഒക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് വളരെയധികം പ്രയോജനപ്പെട്ടു. ബെന്നിസാറിന്റെ ഒരു നാച്ചുറലായിട്ടും അതുപോലെ തന്നെ ഫീൽഡ് എക്സ്പീരിയൻസും ഒക്കെ വളരെ പ്രയോജനപ്പെട്ടു. രാഹുലിന്റെ ആ പ്രൊഫഷണൽ ലെവലിലുള്ള ഇത് കാര്യങ്ങളൊക്കെ കാണിച്ചു, കേസ് സ്റ്റഡി കാണിച്ചു, പിക്ചേഴ്സ് കാണിച്ചു, പ്രോഡക്റ്റ് കാണിച്ചു. അതൊക്കെ വളരെയധികം പ്രയോജനപ്പെട്ടു. അപ്പോൾ ഇന്ന് ക്ലാസ് എടുത്ത തമിസാറിനും അതേപോലെ ബെനിസാറിനും ഒക്കെ നന്ദി, രാഹുലിനും നന്ദി പറയുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നെങ്കിൽ ലിഥിയം ബാറ്ററി അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ആയിരിക്കും. അത് നാളെ മറ്റന്നാളോ ഗ്രൂപ്പിലിടാം. അപ്പൊ അതിനുശേഷം നിങ്ങൾ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് അത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് അവർക്ക് ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആക്കാനായിട്ട് അത് സാധിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ.